നൽപത് കൂട്ടായ്മയുടെ സഹിതത്തിൽ ഇന്ന് സംബന്ധിച്ചിട്ടുള്ള എന്റെ പേര് ഷിബു. അപ്പോഴേ ഹായ് നമ്മള് ചേട്ടാ, ഹായ് ഹായ്. എല്ലാവർക്കും ഹായ്. നമ്മള് ജീവിതത്തിലെ നമുക്കറിയാം, നമ്മുടെ പ്രധാന മൂലധനം എന്ന് പറഞ്ഞ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ആൽക്കോളിക്സ് അനോണിമസിൽ കടന്നു വന്നിട്ടുള്ള ഓരോരുത്തരും പറയാൻ ശ്രമിക്കുന്നതും ജീവിതത്തിലെ അനുഭവങ്ങളാണ്. പ്രത്യേകിച്ച് എങ്ങനെയായിരുന്നു കുടി ജീവിതത്തിന് മുമ്പ്, അതിനുശേഷം എങ്ങനെയാണ് കുടി ജീവിതത്തില്, പിന്നീട് ആൽക്കോളിക്സ് അനോണിമസിൽ വന്നിട്ട് എങ്ങനെയായിരുന്നു. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ കഥ പറയാറുള്ളത്. ഷെയറിങ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, എങ്ങനെയായിരുന്നു കുടിക്ക് മുമ്പ്, എങ്ങനെയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഇപ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആൽക്കോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷം എങ്ങനെയാണ്. ഈ 3 തരത്തിലാണ്. അപ്പൊ ഇതെവിടെയാണ് പറയുന്നത്? അധ്യായം 5 ആദ്യത്തെ പാരഗ്രാഫില് നമ്മളോട് പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ കഥകൾ എങ്ങനെ വെളിവാക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, ഇത്തരം അനുഭവങ്ങളുടെ കഥകളാണ് നമ്മളുടെ ബിഗ് ബുക്കിന്റെ 164 പേജുകൾ കഴിഞ്ഞതിന് ശേഷം. ചിലപ്പോ എനിക്ക് തോന്നുന്നു ബിഗ് ബുക്ക് ഏകദേശം എനിക്ക് ഒരു 600 പേജോളം ഉണ്ടാവും. 555 600 പേജുകൾ മൊത്തത്തിലുണ്ടാവും. നമ്മുടെ മലയാളത്തിലേക്കൊക്കെ അത് 180 അത്രയൊക്കെ തർജ്ജമ ചെയ്തിട്ടുള്ളൂ. അതിനർത്ഥം എന്ന് വെച്ചാൽ പല ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ഹലോ, കേൾക്കാലോ അല്ലെ? കേൾക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ വളരെ വളരെ ചുരുങ്ങിയ പേജുകളാണ് നമുക്ക് മലയാളത്തിലേക്ക് തർജ്ജമയായിട്ടുള്ളൂ. പിന്നെ തർജ്ജമ ചെയ്യാത്തത് എന്താണ്? തർജ്ജമ ചെയ്യാത്തതാണ് നമ്മള് ഈ പറഞ്ഞ വ്യക്തികഥകള്. ഒരുപാട് പേരുടെ വ്യക്തികഥകൾ, 42 വ്യക്തികഥകളുള്ള 2-3 നമുക്ക് തർജ്ജമ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഇത് അതിന്റെ ഭാഗമായിട്ടാണ് മിഡ് നൈറ്റ് സ്റ്റാർ കഴിഞ്ഞ, എനിക്ക് തോന്നുന്നു 1 വർഷത്തോളമായി തോന്നുന്നു. കവർ ടു കവർ ആണ് നമ്മൾ ഇപ്പൊ 3-ാം എഡിഷൻ, അല്ലെങ്കിൽ ബിഗ് ബുക്കിന്റെ 3-ാമത്തെ എഡിഷന്മാരെ നമ്മൾ എത്തിച്ചേർക്കുകയാണ്. 4 എഡിഷനാണ് ബിഗ് ബുക്കിലുള്ളത്. അപ്പൊ 3 എഡിഷന് ഒരു മിനിറ്റ് കേട്ടോടാ. അപ്പൊ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എ തോട്ട് ഹിം ടു ഹാൻഡിൽ സോബറിറ്റി. അതായത് അവനെ ആൽക്കോളിക്സ് അനോണിമസ് പഠിപ്പിച്ചു സുബോധം കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പൊ ഞാനത് കഥ വായിക്കാം. ഗോഡ് വില്ലിംഗ് വി മേ നെവർ അഗെയിൻ ഹാവ് ടു ഡീൽ വിത്ത് ഡ്രിങ്കിങ്, ബട്ട് വി ഹാവ് ടു ഡീൽ വിത്ത് സോബറിറ്റി എവറി ഡേ. അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം നമ്മൾ ഇനി മുതൽ, അല്ലെങ്കിൽ നെവർ അഗെയിൻ, വീണ്ടും ഒരിക്കലും മദ്യത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി വരില്ല. പക്ഷെ നമ്മള് സുബോധത്തെ കൈകാര്യം ചെയ്യണം ദിവസം തോറും. നമ്മൾ ഒരു കാലത്ത് മദ്യത്തെയാണ് ദിവസം കൈകാര്യം ചെയ്യുന്നത്, പക്ഷെ ഇപ്പോൾ നമ്മൾ സുബോധത്തെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഓക്കെ, അത് പറഞ്ഞുകൊണ്ടാണ് ഹെഡിങ് കൊടുത്തേക്കണത്. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. വെൻ ഐ ഹാഡ് ബീൻ ഇൻ എ ഓൺലി എ ഷോർട്ട് വൈൽ, അതായത് ഞാൻ ആൽക്കോളിക്സ് അനോണിമസിൽ ഉണ്ടായിരുന്നപ്പോൾ കുറഞ്ഞ കാലം, ആൻ ഓൾ ടൈമർ ടോൾഡ് മീ സംതിങ് ദാറ്റ് ഹാസ് അഫക്റ്റഡ് മൈ ലൈഫ് എവർ സിൻസ്. അതായത് ഒരു പഴമക്കാരൻ എന്നോട് പറഞ്ഞ കാര്യം പിന്നീട് എന്റെ ജീവിതകാലം മുഴുവനും അത് സംഭവിച്ചു. എ ഡസ് നോട്ട് ടീച്ച് അസ് ഹൗ ടു ഹാൻഡിൽ അവർ ഡ്രിങ്കിങ്. അതായത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മദ്യത്തെ കൈകാര്യം ചെയ്യാനല്ല പഠിപ്പിക്കുന്നത്. ഹി സെഡ്, അവൻ പറഞ്ഞു, ഇറ്റ് ടീച്ചേഴ്സ് ഹൗ ടു ഹാൻഡിൽ സോബറിറ്റി. എങ്ങനെയാണ് നമ്മുടെ സുബോധാവസ്ഥയെ നിലനിർത്തേണ്ടതെന്നാണ് അത് പഠിപ്പിക്കുന്നത്. ഐ ഗസ് ഐ ഓൾവേസ് ന്യൂ ദാറ്റ് ദ വേ ടു ഹാൻഡിൽ മൈ ഡ്രിങ്കിങ് വാസ് ടു ക്വിറ്റ്. ഞാൻ ഊഹിക്കുന്നത്, എനിക്ക് എപ്പോഴും അറിയാം എന്റെ കുടിയെ എങ്ങനെ നിർത്തണമെന്ന്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ആഫ്റ്റർ മൈ വെരി ഫസ്റ്റ് ഡ്രിങ്ക്. പക്ഷെ എന്റെ ആദ്യത്തെ കുടി എടുത്തു കഴിയുമ്പോൾ, എ ടൈനി ഗ്ലാസ് ഓഫ് ഷെറി, ചെറിയൊരു ഗ്ലാസ്സിലെ ഷെറി, മൈ ഫാദർ ഗേവ് മീ ടു സെലിബ്രേറ്റ് ദ ന്യൂ ഇയർ വെൻ ഐ വാസ് 13. 13-ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഷെറി ഒഴിച്ച് തന്ന് എൻ്റെ പുതുവത്സരാഘോഷത്തിന് വേണ്ടിയിട്ട് തന്നു കഴിഞ്ഞപ്പോൾ ഐ വെന്റ് അപ് ടു ബെഡ്. ഞാൻ പെട്ടെന്ന് എന്നെ ബെഡിൽ കയറി. ഡിസി ആൻഡ് എക്സ്ക്ലറേഷൻ ആൻഡ് എക്സൈറ്റ്മെന്റ്, അതായത് പെട്ടെന്ന് തന്നെ തലചുറ്റുന്നത് പോലെയും ആടുന്നത് പോലെയും പിന്നെ വളരെയധികം ജിജ്ഞാസാപൂർണമായി
ആൻഡ് ഐ പ്രേഡ് ഐ വുഡൻ ഡ്രിങ്ക് എനിമോർ. ഞാൻ അന്ന് പ്രാർത്ഥിച്ചു, ഇനി ഒരിക്കലും ഞാൻ കുടിക്കുകയില്ല. ബട്ട് ഐ ഡിഡ്. പക്ഷെ ഞാൻ ചെയ്തു. വെൻ ഐ റീച്ച്ഡ് കോളേജ് ഏജ്, അതായത് കോളേജ് വയസ്സായപ്പോഴത്തേക്കും, കോളേജിന്റെ പ്രായമായപ്പോഴത്തേക്കും ഞാൻ വീണ്ടും കുടിച്ചു. മച്ച് ലേറ്റർ, വളരെ അടുത്ത കാലം തന്നെ, അല്ലെങ്കിൽ വളരെ താമസിയാതെ തന്നെ, വെൻ ഐ ഹാഡ് പ്രോഗ്രസ് ടു ഫുൾ ബ്ലോൺ ആൽക്കഹോളിസം, എന്നിൽ ഈ ആൽക്കഹോളിസത്തിന്റെ വലിയ തോതിലുള്ള വികസനം ഉണ്ടായി, പുരോഗതി ഉണ്ടായി. ഒരു സെക്കൻഡ്, ഒരു കോള് ഓഫീസിൽ നിന്ന് വരുന്നുണ്ട്, അതുകൊണ്ടാട്ടോ. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ സോറി കേട്ടോ. എന്ന് വെച്ചാല് പിന്നെ രണ്ടാമത് ഇതിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ പുറകോട്ട് പോയി കയറിയാലേ കയറാൻ പറ്റുള്ളൂ. ബട്ട് ആയിട്ട് അപ്പൊ ഏതായാലും കോളേജ് കാലഘട്ടത്തില് ഉം, ഉം, അവൻ വീണ്ടും മദ്യപിക്കാനായി പോയി. വളരെ താമസിയാതെ തന്നെ ഫുൾ ബ്ലോൺ ആൽക്കഹോളിസം, അതായത് പൂർണ്ണ തോതിലുള്ള മദ്യപാനം ത്തിന്റെ ഒരു രീതിയിലേക്ക് അത് പുരോഗമിച്ചു. പീപ്പിൾ ടോൾഡ് മി ഐ ഷുഡ് ക്വിറ്റ്. ആളുകൾ എന്നോട് പറഞ്ഞു ഞാൻ മദ്യപാനം നിർത്തണം. ലൈക്ക് മോസ്റ്റ് അതർ ആൽക്കഹോൾ ഐ ഹാവ് നോട്ട്. മറ്റ് മദ്യാസക്തരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന പോലെ ഐ ഡിഡ് ക്വിറ്റ് ഡ്രിങ്കിങ് അറ്റ് വേരിയസ് ടൈംസ്. ഞാൻ പല സമയത്തും കുടി നിർത്തിയിട്ടുണ്ട്. വൺസ് ഫോർ 10 months. ഒരു സമയത്ത് 10 മാസം കുടി നിർത്തി. ഓൺ മൈ ഓൺ, ഞാൻ സ്വന്തം നിലയിൽ കുടി നിർത്തി. ആൻഡ് ഡ്യൂറിങ് അതർ ഇന്റർലൂഡ്സ് വെൻ ഐ വാസ് ഹോസ്പിറ്റലൈസ്ഡ്. മറ്റ് പല സമയങ്ങളിൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്ന സമയത്തും ഞാൻ കുടി നിർത്തിയിട്ടുണ്ട്. ഇറ്റ്സ് നോ ഗ്രേറ്റ് ട്രിക്ക് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്. അതായത് ഇതൊന്നും വലിയ ഒരു ട്രിക്കല്ല കുടി നിർത്തുന്നതിന്. ദ ട്രിക്ക് ഈസ് ടു സ്റ്റേ സ്റ്റോപ്ഡ്. അതായത് എന്താണ് ട്രിക്ക് എന്ന് പറയുന്നത്? കുടി നിർത്തുക എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് കുടി നിർത്തുക എന്നുള്ളത് വലിയ ട്രിക്കല്ല, പക്ഷെ കുടി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്രിക്ക്, അല്ലെങ്കിൽ സ്റ്റേ സ്റ്റോപ്ഡ്, നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. ടു ഡു ദാറ്റ്, അങ്ങനെ ചെയ്യുമ്പോൾ ഐ ഹാഡ് കം ടു എ. ഞാൻ എയിൽ എത്തിയപ്പോൾ ടു ലേൺ ഹൗ ടു ഹാൻഡിൽ സോബ്രിറ്റി. അങ്ങനെ ഈ എയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ചെയ്ത് സ്റ്റേ സോബർ ആവാൻ വേണ്ടി, അതായത് കൃത്യമായിട്ട് കുടി നിർത്തിയത് തുടരാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പഠിച്ചു. എങ്ങനെയാണ് ഞാൻ സുബോധത്തെ കൈകാര്യം ചെയ്യാൻ പഠിച്ചു. വിച്ച് ഈസ് വാട്ട് ഐ കുഡ് നോട്ട് ഹാൻഡിൽ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. എനിക്ക് ആദ്യം ഒന്നും കൈകാര്യം ചെയ്യാൻ കഴിയാതിരുന്ന ഒരു കാര്യമാണ് ഞാനത് ചെയ്തത്. ദാറ്റ്സ് വൈ ഐ ഡ്രാങ്ക്. എനിക്ക് സുബോധത്തെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. ഐ വാസ് റേസ്ഡ് ഇൻ കാൻസാസ്. ഞാൻ വളർന്നത് കാൻസാസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ദ ഓൺലി ചൈൽഡ് ഓഫ് ലവിങ് പാരന്റ്സ് ഹു ജസ്റ്റ് ഡ്രാങ്ക് സോഷ്യലി. ഞാനൊരു എൻ്റെ മാതാപിതാക്കളുടെ ഒരു മകനാണ്. ഞാൻ വളരെ സാമൂഹികപരമായ ചുറ്റുപാടിൽ കുടിച്ചിരുന്ന ആളാണ്. വി മൂവ്ഡ് frequently in fact I changed schools every year until high school. ഞങ്ങളുടെ കുടുംബം എപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി പോകുന്നത് കൊണ്ട് എനിക്ക് പല സ്കൂളുകളിലും പോയി ജോയിൻ ചെയ്യേണ്ടി വന്നു, ഹൈസ്കൂൾ വരെ. ഇൻ ഈച്ച് ന്യൂ പ്ലേസ്. അങ്ങനെ ഓരോ പുതിയ സ്ഥലത്തും ഐ വാസ് ദ ന്യൂ കിഡ്. ഞാനൊരു പുതിയ കുട്ടിയായിരുന്നു. സ്കിന്നി, മെലിഞ്ഞിട്ടുള്ള ഷൈ കിഡ്. എപ്പോഴും ഷൈ കിഡ് എന്ന് വെച്ചാൽ നാണം കുടുങ്ങിയായിട്ടുള്ള മെലിഞ്ഞ കുട്ടി. ടു ബി ടെസ്റ്റഡ് ആൻഡ് ബീറ്റൺ അപ്പ്. എപ്പോഴും എല്ലാവരും എല്ലാവരും മെക്കിട്ട് കയറുന്ന, അല്ലെങ്കിൽ നമ്മൾ മെക്കിട്ട് കയറുന്ന ഒരു കുട്ടി. ആസ് സൂൺ ആസ് ഐ ഹാഡ് മേഡ് എ ഫ്യൂ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് കൂട്ടുകാരെ ഉണ്ടാക്കിയെടുത്തു. ആൻഡ് ഹാഡ് ബിഗാൻ ടു ഫീൽ അക്സെപ്റ്റഡ്. അങ്ങനെ അത് എനിക്ക് എല്ലാവരുടെ മുമ്പിൽ ഞാൻ സ്വീകരിക്കപ്പെടുന്നല്ലോ. വി മൂവ്ഡ് എങ്ങനെ അവിടെ നിന്ന് ഒന്ന് കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്കിയെടുത്ത അവിടെ ഒരു അംഗീകാരമൊക്കെ കിട്ടി വരുമ്പോഴത്തേക്കും ഞാൻ അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും പോകും. ബൈ ദ ടൈം, ആ സമയത്ത് ഐ റീച്ച്ഡ് ഹൈസ്കൂൾ. ഞാൻ ഹൈസ്കൂളിലെത്തി കഴിഞ്ഞ സമയത്ത് ഐ വാസ് ആൻ ഓവർ അച്ചീവർ. ഞാൻ കൂടുതൽ നേട്ടങ്ങൾ നേടുന്ന ആളായി. ആൻ ഹോണർ സ്റ്റുഡന്റ് ഇൻ കോളേജ്. എനിക്ക് കോളേജിൽ നല്ല മിടുക്കനായ കുട്ടിയായി. ഐ ബിക്കം എഡിറ്റർ ഓഫ് ദ ഇയർ ബുക്ക്. കോളേജ് ബുക്കിന്റെ ആ വർഷത്തെ ബുക്കിന്റെ എഡിറ്ററായി മാറി. ഐ സോൾഡ് മൈ ഫസ്റ്റ് ആർട്ടിക്കിൾ ടു എ നാഷണൽ മാഗസിൻ വൈൽ സ്റ്റിൽ ആൻ അണ്ടർ ഗ്രാജുവേറ്റ്. ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ബിരുദത്തിന് മുമ്പുള്ള പഠന സമയത്ത് തന്നെ
നാഷണൽ മാഗസിനിൽ എൻ്റെ ആർട്ടിക്കിൾ ലേഖനം കൊടുത്തു. ഐ ഓൾസോ ബിഗാൻ ടു ഡ്രിങ്ക് അറ്റ് ഫെറ്റർണിറ്റി പാർട്ടീസ് ആൻഡ് ബിയർ ബസ്. അതായത് ഞാൻ കുടിച്ചു തുടങ്ങിയിരുന്നു, പക്ഷെ അത് പലപ്പോഴും ചില പാർട്ടികളിലും അല്ലെങ്കിൽ വലിയ ചെറിയ ചെറിയ ബിയറുകളും ഒക്കെ ആയിട്ടാണ് കൂടി നടന്നിരുന്നത്. അപ്പോൾ ഗ്രാജുവേഷൻ, പക്ഷെ ഞാൻ ബിരുദം നേടിക്കഴിഞ്ഞപ്പോൾ ഐ വെഞ്ചോർഡ് ടു ന്യൂയോർക്ക് ടു പേഴ്സ്യൂ മൈ റൈറ്റിംഗ് കരിയർ. ഞാൻ ന്യൂയോർക്കിലേക്ക് താമസം മാറ്റി, കാരണം എനിക്ക് എൻ്റെ എഴുത്ത് കാര്യങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഐ ലാൻഡഡ് എ ഗുഡ് ജോബ് വിത്ത് എ കമ്പനി പബ്ലിക്കേഷൻ. അങ്ങനെ ഞാനൊരു നല്ല ജോലി, ഒരു കമ്പനിയുടെ പബ്ലിക്കേഷൻ ജോലിയിൽ ചെന്ന് ചേർന്നു. ആൻഡ് വാസ് മൂൺ ലൈറ്റിംഗ് ഓൺ അതർ മാഗസിൻ. മറ്റ് പല മാഗസിനുകളിലും ഞാൻ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു വെളിച്ചമായിട്ട് മാറി. റിഗാർഡ്സ് ആർ സംതിങ് ഓഫ് എ ബോയ് വണ്ടർ. ഞാൻ പലപ്പോഴും ഒരു ബോയ് വണ്ടർ എന്ന് വെച്ചാൽ ആകാംക്ഷ ഭരിതരായി പല മാഗസിനുകളിലും പ്രവർത്തിച്ചു. ഐ ബിഗാൻ ടു സീ മൈസെൽഫ് ദാറ്റ് വേ. ഞാൻ എന്നെ അങ്ങനെയാണ് കാണുന്നത്. ഐ ഓൾസോ ബിഗാൻ വിസിറ്റിംഗ് ബാർസ് ആഫ്റ്റർ വർക്ക്. ഞാൻ ഓരോ കുടി കഴിയുമ്പോൾ, ഓരോ ജോലി കഴിയുമ്പോഴും, അല്ലെങ്കിൽ ജോലി കഴിയുമ്പോൾ ഉടനെ തന്നെ ബാറുകൾ വിസിറ്റ് ചെയ്യാൻ തുടങ്ങി വിത്ത് മൈ ഓൾഡർ അസോസിയേറ്റ്സ്. എൻ്റെ പഴയ അസോസിയേറ്റ്സുമായിട്ട് ഞാൻ ബാറുകൾ വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. ബൈ ഏജ് 22, ഏകദേശം 22 വയസ്സപ്പോൾ ഐ വാസ് എ ഡെയിലി ഡ്രിങ്കർ. ഞാൻ സ്ഥിരമായി കുടിക്കുന്ന ഒരാളായി മാറി. എത്ര വയസ്സിൽ? 22ാമത്തെ വയസ്സിൽ. ദെൻ ഐ ജോയിൻഡ് ദ നേവി ആൻഡ് വാസ് കമ്മീഷണഡ് ആസ് എ എൻസൈൻ ടു റൈറ്റ് സ്പീച്ചസ് ഫോർ അഡ്മിറൽസ്. അങ്ങനെ ഞാൻ നേവിയിൽ ചേർന്നു. എന്നിട്ട് ഞാൻ അവിടെ ഈ അഡ്മിറൽസിന്, നേവിയിലെ അഡ്മിറൽസിന് അവർക്കിടെ പ്രസംഗം എഴുതി തയ്യാറാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. ലേറ്റർ ഐ വെന്റ് ടു സീ. പിന്നീട് എനിക്ക് കടലിൽ പോകേണ്ടി വന്നു. സെർവിങ് ആസ് ഗനറി ഓഫീസർ ഓൺ എ ഡിസ്ട്രോയർ എസ്കോർട്ട് ആൻഡ് എമർജിങ് എ ലിeutenant കമാൻഡർ. അതായത് പിന്നീട് എനിക്ക് കടലിൽ പോകേണ്ടി വന്നു. അവിടെ ഒരു ഗണ്ണറി ഓഫീസറായി മാറി. തോക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരാളെയാണ് ഗണ്ണറി ഓഫീസർ എന്ന് പറയുന്നത്. പിന്നെ ഓൺ എ ഡിസ്ട്രോയർ എസ്കോർട്ട്, അതായത് പലർക്കും എസ്കോർട്ട് പോകണതാണ്, സീല് എസ്കോർട്ട് പോകുന്ന ഒരാളായി മാറി. പിന്നീട് അവര് ലിeutenant കമാൻഡറായിട്ട് അയാൾക്ക് ജോലി കിട്ടി. ഐ ഓൾസോ ഗോട്ട് ഇൻ ടു മൈ ഫസ്റ്റ് ഡിസിപ്ലിനറി ട്രബിൾ. ആദ്യത്തെ അച്ചടക്കത്തിന്റെ കുഴപ്പമുണ്ടായത് കോസ്ഡ് ബൈ ഡ്രിങ്കിങ്, അതായത് മദ്യം മൂലം ഉണ്ടായ ആദ്യത്തെ അച്ചടക്കത്തിന്റെ കുഴപ്പമുണ്ടായ അവിടെ വെച്ചാണ്. ഓൺ 2 സെപ്പറേറ്റ് ഒക്കേഷൻസ്, രണ്ട് ഒക്കേഷനിൽ വെച്ചാണ്. ഇൻ ദ ലാസ്റ്റ് ഇയർ ഓഫ് മൈ നേവി സർവീസ്, നേവി സർവീസിന്റെ അവസാന വർഷം, ഐ വാസ് മാരീഡ് ടു എ ലവ്ലി. ഞാനൊരു സ്ത്രീ വിവാഹം കഴിച്ചു. ഐ വാസ് മാരീഡ് ഓൺ എ ലവ്ലി. ഞാനൊരു നല്ല സ്നേഹമുള്ള ലൈവ്ലി ഗേൾ എന്ന് വെച്ചാല് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഹു എൻജോയ്ഡ് ഡ്രിങ്കിങ്. അവളും മദ്യം ഇഷ്ടപ്പെട്ടിരുന്നു. അവർക്ക് കോർട്ട്ഷിപ്പ് വാസ് മെയിൻലി ഇൻ ബാർസ്. അങ്ങനെ ഞങ്ങളുടെ ബാറുകളിലായിരുന്നു എപ്പോഴും ഞങ്ങൾ കൂടിച്ചേരുന്നത്. ആൻഡ് നൈറ്റ് സ്പോർട്സ് വെൻ മൈ ഷിപ്പ് വാസ് ഇൻ ന്യൂയോർക്ക്. അങ്ങനെ രാത്രി രാത്രി കാലങ്ങളിൽ ന്യൂയോർക്കില് നൈറ്റ് സ്പോട്ടുകളിൽ ഷിപ്പ് നിർത്തിയപ്പോൾ ഞങ്ങൾ അവിടെയെല്ലാം പോയി. ഓൺ അവർ ഹണിമൂൺ, ഞങ്ങളുടെ ഹണിമൂൺ എന്ന് പറഞ്ഞാൽ വി ഹാഡ് ഐസ്ഡ് ചാമ്പയിൻ ബൈ ദ ബെഡ് സൈഡ് ഡേ ആൻഡ് നൈറ്റ്. ഞങ്ങള് ഷാമ്പയിൻ എന്ന് പറയുന്ന മദ്യത്തില് ഐസ് ഇട്ടിട്ട് എപ്പോഴും ഞങ്ങളുടെ ബെഡിന്റെ അരികിൽ വെക്കുമായിരുന്നു. ഡേയും ആൻഡ് നൈറ്റും, രാത്രിയും പകലും അതവിടെ കാണും. ദ പാറ്റേൺ വാസ് സെറ്റ്. അങ്ങനെ ആ പാറ്റേൺ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എന്നുവെച്ചാൽ അതേ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ബൈ 29ാമത്തെ വയസ്സിൽ ഐ വാസ് ഹാവിംഗ് ട്രബിൾ കോപ്പിംഗ് വിത്ത് ലൈഫ് ബിക്കോസ് ഓഫ് മൈ ഡ്രിങ്കിങ്. എൻ്റെ ജീവിതത്തിലേക്കുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായി കുടിമൂലം. ന്യൂറോട്ടിക് ഫിയേഴ്സ് പ്ലേഗ്ഡ് മീ. അതായത് എനിക്ക് വളരെയധികം ന്യൂറോട്ടിക് എന്ന് പറഞ്ഞാൽ ഞരമ്പ് പരമായ അസുഖം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടായി. ആൻഡ് ഐ ഹാഡ് ഒക്കേഷണൽ അൺകൺട്രോളബിൾ ട്രിമേഴ്സ്. ചില അവസരങ്ങളിൽ അൺകൺട്രോളബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അനിയന്ത്രിതമായിട്ടുള്ള പല ട്രിമേഴ്സും ഉണ്ടായി. ട്രിമേഴ്സ് നമുക്കറിയാം, ഡെലിറിയം ട്രിമൻസ് എന്ന് പറഞ്ഞാൽ അപസ്മാര അല്ലെങ്കിൽ വിറയല്, ബോധം പോലെ, ഹാലൂസിനേഷൻ, വിഷ്വൽ ഹാലൂസിനേഷൻ, ഓഡിയോ ഹാലൂസിനേഷൻ, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. ഐ റീഡ് സെൽഫ് ഹെൽപ്പ് ബുക്സ്. സ്വയം സഹായിക്കുന്ന ചില ബുക്കുകൾ ഞാൻ വായിക്കാൻ തുടങ്ങി. ഐ ടേൺ ടു റിലീജിയൻ
ഫർവേഡ്. അങ്ങനെ ഞാൻ മതവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. ഐ സോർ ഓഫ് ഹാർഡ് ലിക്വർ ആൻഡ് ടേൺഡ് ടു വൈൻ. ഞാൻ പലപ്പോഴും ഹാർഡ് ലിക്വർ ഉപേക്ഷിച്ചുകൊണ്ട് വൈനിൽ എന്ന് വെച്ചാൽ സോർ ഓഫ് എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ മാറ്റി പിടിക്കുക. കഠിനമായ മദ്യം കഴിക്കാതെ വൈൻ കുടിക്കാൻ തുടങ്ങി. ഐ ഗെറ്റ് സിക്ക് ഓഫ് ദ സ്വീറ്റ്നെസ് ആൻഡ് ടേൺ ടു എ. അങ്ങനെ പലപ്പോഴും ഞാൻ സിക്കായി. എന്തുകൊണ്ടാണ്? സ്വീറ്റ്നെസ്, മധുരം കൊണ്ട്. അത് വയലിന് ഭയങ്കര മധുരമാണ്, അതുകൊണ്ട് സിക്കായി. ആൻഡ് ടേൺ ടു എയിൽ. അങ്ങനെ ഞാനത് വേറെ മദ്യത്തിലേക്ക് പോയി. ഇറ്റ് വാസ് സ്ട്രോങ് ഇനഫ്. എയിൽ എന്ന് പറഞ്ഞാൽ ചെറിയ വീര്യം കുറഞ്ഞ മദ്യമാണ്. ജിഞ്ചർ എയിൽ എന്നൊക്കെ പറയുന്ന പോലെ അത് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ജ്യൂസാണ്. അതുപോലത്തെ ചെറിയ വീര്യം കുറഞ്ഞ മദ്യം. ഇറ്റ് വാസ് സ്ട്രോങ് ഇനഫ്. അത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള മദ്യമായിരുന്നില്ല. സോ ഐ ആഡഡ് എ ഷോട്ട് ഓഫ് വോഡ്ക. അങ്ങനെ ഞാൻ അതിനകത്ത് ഒരു വോഡ്ക ഒഴിച്ച് കഴിക്കാൻ തുടങ്ങി എയിലിലേക്ക്. ആൻഡ് വാസ് റൈറ്റ് ബാക്ക് ടു വേഴ്സ് ട്രബിൾ ദാൻ ബിഫോർ. പിന്നീട് ആ പഴയ പോലത്തെ ദുരിതം വീണ്ടും തിരിച്ചു വന്നു. അത് മുമ്പലത്തെക്കാളും ശക്തിയായിട്ട് വന്നു. ഐ ബിഗാൻ സ്നീക്കിംഗ് ഡ്രിങ്ക്സ്. അങ്ങനെ ഞാൻ മദ്യം ഒളിപ്പിച്ചു വെക്കാൻ തുടങ്ങി. വെൻ പ്ലേയിങ് ബാർ അറ്റൻഡർ ഫോർ ഗസ്റ്റ്. അതായത് ഞാൻ പലപ്പോഴും മദ്യം ഒളിച്ചു വെക്കാനും അല്ലെങ്കിൽ മദ്യത്തിന് വേണ്ടി ഒളിച്ചു കളിക്കാൻ തുടങ്ങി. നമ്മുടെ ബാർ അറ്റൻഡർ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ ടു ക്യൂർ മൈ ഡ്രെഡ്ഫുൾ ഹാങ് ഓവേഴ്സ് എന്ന് വെച്ചാൽ വളരെ ഭീകരമായിട്ടുള്ള എൻ്റെ ഹാങ് ഓവറുകൾ മാറ്റാനായി ഞാൻ അങ്ങനെയെല്ലാം ചെയ്തു. ഐ ഡിസ്കവേർഡ് ദ മോർണിംഗ് ഡ്രിങ്ക്. അങ്ങനെ ഞാൻ രാവിലെ കുടിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ രാവിലെ കുടിക്കുന്നത് നല്ലതാണെന്ന് കണ്ടുപിടിച്ചു. ഇമ്മീഡിയറ്റ്ലി, വളരെ പെട്ടെന്ന് തന്നെ. ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദ പാറ്റേൺ ആൻഡ് പാർട്ട് ഓഫ് ദ പ്രോബ്ലം. അത് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി, പിന്നെ അത് പ്രശ്നങ്ങളുടെയും ഭാഗമായി. ദ എയർലി പ്രോമിസ് ഓഫ് ദ ബോയ് വണ്ടർ ഫെയ്ഡഡ്. അങ്ങനെ ആ ബോയിയുടെ വണ്ടർ, ബോയ് വണ്ടർ നമ്മൾ ആദ്യം പറഞ്ഞു, അത് ഫെയ്ഡഡായി, മങ്ങിപ്പോയി. കാരണം ആകാംക്ഷഭരിതനായ ഒരു ആൺകുട്ടിയായിരുന്നു ഞാൻ. പക്ഷെ ആ വാഗ്ദാനങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മങ്ങലേറ്റിരിക്കുന്നു. ആൻഡ് മൈ കരിയർ ബിഗാൻ ടു ഡ്രിഫ്റ്റ്. അങ്ങനെ എൻ്റെ ജോലിയുടെ ഉയർച്ച താഴാൻ തുടങ്ങി. ഓൾദോ മൈ അംബിഷൻ സ്റ്റിൽ ഫ്ലിക്കേർഡ്. അതായത് എൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഭാവികാല ത്തേക്കുള്ള പ്രതീക്ഷകൾ എല്ലാം ഫ്ലിക്കഡായി. ഇറ്റ് നൗ ടുക്ക് ദ ഫോം ഓഫ് ഫാന്റസൈസിങ്. അതായത് അതൊക്കെ ഒരു അത്ഭുതമായി മാറിയിരിക്കുന്നു. മൈ വാല്യൂസ് ബിക്കേം ഡിസ്റ്റോർട്ടഡ്. അങ്ങനെ എൻ്റെ വില മൊത്തത്തിൽ കുറഞ്ഞുപോയി. ടു വെയർ എക്സ്പെൻസീവ് ക്ലോത്ത്സ്. വില കൂടിയ വസ്ത്രമാണ് ഞാൻ ധരിച്ചിരുന്നത്. ടു ഹാവ് ബാർ അറ്റൻഡേഴ്സ് നോ വാട്ട് ടു സെർവ് മീ. പല ബാർ അറ്റൻഡർമാർക്കും എനിക്ക് മദ്യം, ഏത് മദ്യമാണ് ഞാൻ കഴിക്കുന്നത് എന്നറിയാമായിരുന്നു. ഷെയർ വിത്ത് എനിക്കറിയാമായിരുന്നു, ബാർ അറ്റൻഡർമാർക്കും അറിയാമായിരുന്നു ഞാൻ എന്താണ് കഴിക്കേണ്ടതെന്ന്. കാരണം നാം വില കൂടിയ ഡ്രസ്സും എടുത്തുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ അവർക്കറിയാം ഏത് മദ്യമാണ് എനിക്ക് ഒഴിച്ചു തരേണ്ടുന്നത്. അതായത് സെർവ് മീ ബിഫോർ ഐ ഓർഡേഡ്. അതായത് ഞാൻ ഓർഡർ ചെയ്യണേക്ക് മുമ്പ് തന്നെ അവർ ഒഴിച്ചു വെക്കും. കാരണം അവർക്കറിയാം ഞാൻ എന്താണ് കാര്യം. ടു ബി റെക്കഗ്നൈസ്ഡ് ബൈ ഹെഡ് വെയിറ്റേഴ്സ്. അതായത് പലപ്പോഴും പല ബാറുകളിലുള്ള ഹെഡ് വെയിറ്റ്, ഏറ്റവും തലവനായിട്ടുള്ള വെയിറ്റർമാർക്കും എനിക്ക് അറിയാമായിരുന്നു. ആൻഡ് ഷോൺ ടു ദ ബെസ്റ്റ് ടേബിൾ. അവരെനിക്ക് ഏറ്റവും നല്ല ടേബിൾ ഏതാന്ന് കാണിച്ചു തരും. ടു പ്ലേ ജിൻ റമ്മി ഫോർ ഹൈ സ്റ്റേക്കേഴ്സ്. അതായത് റമ്മി കളിക്കോടെ, അതായത് സമൂഹത്തിലെ ഉന്നതന്മാരായിട്ടിരുന്ന് വിത്ത് ദ ഇൻസോയൻസ് ഓഫ് എ റിവർ ബോട്ട് ഗാംബ്ലർ. ദിസ് വേർ ദ എൻഡ്യൂറിംഗ് വാല്യൂസ് ഇൻ ലൈഫ് ഐ തോട്ട്. അപ്പൊ അതായത് അവിടെ ഇരുന്ന് റമ്മി കളിക്കുന്നതും അവരോടൊപ്പം ഈ തോണി തുഴയാൻ പോകുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിവർ ബോട്ട് ഗാംബ്ലർ എന്ന് വെച്ചാൽ ചീട്ട് കളിക്കുന്ന, അതായത് ചീട്ട് കളിക്കുന്ന, അതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്നാണ്. വാല്യൂസ് ഇൻ ലൈഫ് ഐ തോട്ട്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വില തരുന്ന കാര്യമെന്നാണ് ഞാൻ ചിന്തിച്ചത്. bewilderment, fear and resentment moved into my life. അങ്ങനെ ഭയവും നീരസവും എൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോയി തുടങ്ങി. ആൻഡ് അറ്റ് മൈ എബിലിറ്റി ടു ലൈ outwardly and to kid myself inwardly grew with every drink I took.
അപ്പം ആൻഡ് യെറ്റ് മൈ എബിലിറ്റി ടു ലൈ ഔട്ട്വേർഡ്ലി, അതായത് നുണ പറയാനുള്ള എൻ്റെ കഴിവ് കുറഞ്ഞു വന്നു. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഞാൻ നുണ പറയുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും നുണ പറയുന്നത്. ആൻഡ് ടു കിഡ് മൈസെൽഫ് ഇൻവാർഡ്ലി ഗ്രൂ, എൻ്റെ ഉള്ളിലുള്ള കുട്ടി വളർന്നു വന്നു. വിത്ത് എവരി ഡ്രിങ്ക് ഐ ടുക്ക്. അങ്ങനെ എല്ലാ മദ്യം കഴിക്കുമ്പോഴും അത് കൊണ്ടുവന്നു. ഇൻഡീഡ് ഐ ഹാഡ് ടു ഡ്രിങ്ക് നൗ ടു ലിവ്. അതുപോലെ ഐ ഹാഡ് ടു ഡ്രിങ്ക് നൗ ടു ലിവ്. ഇപ്പൊ ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് കുടിക്കുന്നത്. ടു കോപ്പ് വിത്ത് ദ ഡിമാൻഡ്സ് ഓഫ് എവരിഡേ എക്സിസ്റ്റൻസ്, അതായത് ജീവിതത്തിലെ എവരിഡേ നിലനിൽക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ദിവസം തോറും എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി, ടു കോപ്പ് വിത്ത് ദ ഡിമാൻഡ്സ്, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് സഹകരിക്കുന്നതിന് വേണ്ടി എനിക്ക് കുടിക്കേണ്ടി വരും. വെൻ ഐ എൻകൗണ്ടർഡ് ഡിസപ്പോയിൻമെന്റ്സ് ഓർ ഫ്രസ്ട്രേഷൻസ്, ഞാൻ നിരാശയോടെയും അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ വളരെയധികം ഫ്രസ്ട്രേഷനുമായിട്ട് ഞാൻ എപ്പോഴും മത്സരിച്ചു കൊണ്ടിരുന്നു. ആസ് ഐ ഡിഡ് മോർ ആൻഡ് മോർ ഫ്രീക്വന്റ്ലി. അങ്ങനെ മദ്യം കഴിക്കുന്നതോറും കൂടുതലും കൂടെയും അങ്ങനെ അത് ആ കാര്യങ്ങൾ വന്നു. ഫിയറും ഡിസപ്പോയിൻമെന്റ്സും, നിരാശയും, ഭയവും നിരാശയും. മൈ സൊല്യൂഷൻ വാസ് ടു ഡ്രിങ്ക്. എന്ത് വന്നാലും എൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയുന്നത് കുടിയായിരുന്നു. ഐ ഹാവ് ഓൾവേസ് ബീൻ ഓവർ സെൻസിറ്റീവ് ടു ക്രിറ്റിസിസം, അതായത് എന്നെ ആരെങ്കിലും വിമർശിക്കുന്നതിനെ കുറിച്ച് വിമർശിച്ചാൽ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളായി മാറി. ആൻഡ് വാസ് ആക്ച്വലി സോ നൗ. ഇപ്പോഴും അങ്ങനെ തന്നെ. വെൻ ഐ വാസ് ക്രിട്ടിസൈസ്ഡ് ഓർ റീപ്രിമെൻഡഡ്, ദ ബോട്ടിൽ വാസ് മൈ റെഫ്യൂജ് ആൻഡ് കംഫർട്ട്. ആരെങ്കിലും എന്നെ വിമർശിക്കുകയോ എന്നോട് കുറ്റം പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആകെപ്പെട്ടുള്ള ഒരാശ്രയം എന്ന് പറയുന്നത് കുപ്പിയായിരുന്നു. അവിടെയായിരുന്നു എനിക്ക് കംഫർട്ട്, റെഫ്യൂജ് ആൻഡ് കംഫർട്ട്. എൻ്റെ ആശ്രയത്വവും എൻ്റെ സുരക്ഷിതത്വവും കുപ്പിയായിരുന്നു. വെൻ ഐ വാസ് ഫേസ്ഡ് വിത്ത് എ സ്പെഷ്യൽ ചലഞ്ച് ഓർ സോഷ്യൽ ഇവന്റ്, അതായത് ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള വെല്ലുവിളി നേരിടുകയോ ഒരു സാമൂഹികമായിട്ടുള്ള ഈവന്റ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ സച്ച് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് ബിസിനസ് പ്രസന്റേഷൻ, ഉദാഹരണത്തിന് ഏറ്റവും ഒരു ബിസിനസ് പ്രസന്റേഷൻസ് നടത്താൻ വേണ്ടി വരും, ഓർ എ ഡിന്നർ പാർട്ടി, ആരെങ്കിലും ഒരു അത്താഴ വിരുന്നിന് നമ്മൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് ടു ഫോർട്ടിഫൈ മൈസെൽഫ് വിത്ത് കപ്പിൾ ഓഫ് ബെൽറ്റ്സ്. ഞാൻ കുറെ ബെൽറ്റ് കൊണ്ട് എന്നെ വരിഞ്ഞു മുറുക്കും. ടു ഓഫൺ ഐ വുഡ് ഓവർ ഡു ഇറ്റ് ആൻഡ് ബിഹേവ് ബാഡ്ലി അറ്റ് ദ വെരി ടൈം ഐ വാണ്ടഡ് ടു ബി അറ്റ് മൈ ഫസ്റ്റ്. പക്ഷെ അങ്ങനെയൊക്കെ എന്തൊക്കെ ബെൽറ്റ് കൊണ്ട് ഞാൻ വരിഞ്ഞു മുറുക്കിയാലും എൻ്റെ സ്വഭാവം വളരെ മോശകരമായ രീതിയിൽ പെട്ടെന്ന് തന്നെ പുറത്തു വരും. ഐ വാണ്ട് ടു ബി അറ്റ് മൈ ഫസ്റ്റ്, അതായത് കുടിക്കുന്നത് ആദ്യം എനിക്ക് വേണം. ഫോർ ഇൻസ്റ്റൻസ്, ദ 15th വെഡിങ് ആനിവേഴ്സറി ഓഫ് മൈ വൈഫ്സ് പാരൻസ് വാസ് ദ ഒക്കേഷൻ ഫോർ എ ഹ്യൂജ് ഫാമിലി റിയൂണിയൻ അറ്റ് അവർ ഹോം. അതായത് ഒരു സംഭവം നടന്നത് എൻ്റെ ഭാര്യയുടെ മാതാപിതാക്കന്മാരുടെ 50ാമത്തെ വിവാഹ വാർഷികമായിരുന്നു. അതെൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു നടന്നത്. ഡിസ്പൈറ്റ് ഓഫ് മൈ വൈഫ് anxieties to take it easy that day, arrived home in bad shape. അതായത് അന്നൊരു ദിവസത്തേക്കെങ്കിലും ആ കാര്യം മനസ്സിലാക്കി വളരെ എളുപ്പത്തിൽ ആ ദിവസം കൈകാര്യം ചെയ്യാണ്ട് ഞാൻ വീട്ടിലെത്തിയത് വളരെ മോശമായ അവസ്ഥയിലാണ്. ഐ റിമെമ്പർ ബീയിങ് ഡ്രാഗ്ഡ്, വലിഞ്ഞഴഞ്ഞ്, ഡ്രിങ്ക് ഇൻ ഹാൻഡ്, ഒരു കയ്യിൽ കുപ്പിയുമായിട്ട്, ഫ്രം ബിനീത്ത് ദ ഗ്രാൻഡ് പിയാനോ, ഒരു പിയാനോയും ഗ്രാൻഡ് പിയാനോ where I had hidden to be locked in my room in disgrace. അതായത് ഞാൻ പിയാനോയുടെ ബാക്കില് ഹിഡൻ ചെയ്തു, അല്ലെങ്കിൽ ഒളിച്ചിരുന്നു. അതിന്റെ പിന്നീട് തന്നെ അവരൊരു റൂമിൽ അടച്ച് നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ എന്നെ റൂമിൽ കൊണ്ടുപോയി അടച്ചു. എബവ് ഓൾ, മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഐ വാസ് സഫറിങ് ഇന്നർ പെയിൻ, ഞാൻ എൻ്റെ ഉള്ളില് അനുഭവിച്ച വേദനകളായിരുന്നു. ബിക്കോസ് ഓഫ് മൈ പെർഫോമൻസ് ആൻഡ് മൈ അക്കംപ്ലിഷ്മെന്റ് ലൈഫ് ഫെയിൽഡ് ടു ലൈവ് അപ്പ് ടു മൈ ഓൺ എക്സ്പെക്ടേഷൻ ഓഫ് മൈസെൽഫ്. അതായത് എൻ്റെ പെർഫോമൻസ്, അതായത് ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ വിജയിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങൾ, ജീവിതത്തിൽ വിജയിച്ചുകൊണ്ട് വരുന്ന എല്ലാം പരാജയപ്പെട്ടു തുടങ്ങി. എൻ്റെ പ്രതീക്ഷകൾക്ക് അതീതമായോ എനിക്ക് തന്നെയോ പല എക്സ്പെക്ടേഷൻസുകളും കുറഞ്ഞു തുടങ്ങി. ഐ ഹാഡ് ടു അനസ്തൈസ് ദാറ്റ് പെയിൻ വിത്ത് ആൽക്കഹോൾ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെ ഒരു മരവിപ്പിക്കാൻ വേണ്ടി എനിക്ക് മദ്യം ഉപയോഗിക്കേണ്ടി വന്നു. ഓഫ് കോഴ്സ്, തീർച്ചയായും. ദ മോർ ഐ ഡ്രിങ്ക്, കൂടുതൽ ഞാൻ കുടിക്കുമ്പോൾ, ദ മോർ അൺറിയാലിറ്റീസ്
റിയാലിസ്റ്റിക് മൈ എക്സ്പെക്ടേഷൻസ് ബിക്കേം ആൻഡ് ദ പോറർ മൈ പെർഫോമൻസ്. അതായത് ഞാൻ കൂടുതൽ കുടിച്ചു കഴിയുമ്പോൾ യാഥാർത്ഥ്യം ദ മോർ അൺറിയലിസ്റ്റിക്, യാഥാർത്ഥ്യങ്ങൾക്കെതിരായി മൈ എക്സ്പെക്ടേഷൻസ്, അതായത് എൻ്റെ പ്രതീക്ഷകൾ വളർന്ന് വന്നു, അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളല്ലാത്ത കാര്യങ്ങൾ വളർന്നു വന്നു. ബിക്കേം ആൻഡ് ദ പോറർ മൈ പെർഫോമൻസ്, അത് തന്നെ എൻ്റെ പെർഫോമൻസിനെ താഴ്ത്തുകയും പരിതാപത്തിലാക്കുകയും ചെയ്തു. ആൻഡ് ദ ഗ്യാപ്പ് എവിഡന്റ്, അങ്ങനെ ആ വലിയ വിടവ് കൂടി വന്നു. സോ ദ നീഡ് ടു ഡ്രിങ്ക് ഗ്രൂ സ്റ്റിൽ ഗ്രേറ്റർ. അതുകൊണ്ട് തന്നെ എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കണം, എങ്കിലേ എനിക്ക് വലുതാകാൻ കഴിയുമായിരുന്നുള്ളൂ. അറ്റ് ഏജ് 40, 40-ാമത്തെ വയസ്സായപ്പോഴേക്കും ഐ ഡെവലപ്ഡ് എ ലാർജ് ലംപ് ഇൻ മൈ പോട്ട് ബെല്ലി ആൻഡ് ഐ ഫിയർഡ് ഇറ്റ് വാസ് എ ട്യൂമർ. എൻ്റെ വയറിനുള്ളിൽ ഒരു ലാർജ് ലംപ്, അതല്ലെങ്കിൽ ഒരു മുഴ വന്നു. ഞാൻ ഭയപ്പെട്ടു അത് ട്യൂമർ ആയിരിക്കുമെന്ന്. ദ ഡോക്ടർ പ്രൊനൗൺസ്ഡ് ഇറ്റ് ബാഡ്ലി എൻലാർജ്ഡ് ലിവർ. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് വലിയ ലിവറെ ഭയങ്കരമായിട്ട് എൻലാർജ് ചെയ്തു. ആൻഡ് സെഡ് ഐ ഹാഡ് ടു ക്വിറ്റ് ഡ്രിങ്കിങ്. ഞാൻ കുടി നിർത്തേണ്ടിയിരിക്കുന്നു. ഐ ഡിഡ്. ഞാൻ അങ്ങനെ കുടി നിർത്തി. ഐ വെന്റ് ഓൺ ദ വാഗൻ വിത്ത് നോ ഔട്ട്സൈഡ് ഹെൽപ്പ് ആൻഡ് വിത്ത് നോ റിയൽ ഡിഫിക്കൽറ്റി. ഞാൻ അങ്ങനെ കുടി നിർത്തി ആ വാഗണിൽ കയറി. അതിന് എനിക്ക് വലിയ ഹെൽപ്പൊന്നും വേണ്ടി വന്നില്ല. എനിക്കത് വലിയ പ്രയാസവും സൃഷ്ടിച്ചില്ല. അപ്പം വലിയ പ്രയാസവും സൃഷ്ടിച്ചില്ല. അപ്പൊ ഡോക്ടർ അനൗൺസ്ഡ് ബാഡ്ലി എൻലാർജ്ഡ് ലിവർ, വലിയ ലിവർ ആയിരിക്കുന്നു, നിങ്ങൾ കൂടി നിർത്തണം. അങ്ങനെ ഞാൻ കൃത്യമായി പുറത്തുനിന്ന് ഒരു സഹായം കൂടാതെ, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ എക്സെപ്റ്റ് ദാറ്റ് ഐ ഡിഡിൻ എൻജോയ് ലൈഫ് വിത്തൗട്ട് ഡ്രിങ്കിങ്. അതായത് അങ്ങനെയുള്ള ഒരു കുടിജീവിതം എനിക്ക് ഇഷ്ടമായിരുന്നില്ല. കുടിക്കാതെ മുന്നോട്ട് പോകുന്നത് എനിക്ക് താല്പര്യമില്ല. ഐ ഹാഡ് ടു കോപ്പ് വിത്ത് ദ ഡിമാൻഡ്സ് ഓഫ് എവരിഡേ ലിവിങ്. ഞാൻ ഡെയിലിയുള്ള എൻ്റെ ജീവിതത്തിലെ ആവശ്യങ്ങളുമായി ഞാൻ സഹകരിച്ചു. വിത്തൗട്ട് മൈ കംഫർട്ടർ, മൈ അനസ്തെറ്റിക്, മൈ ക്രച്ച് ആൻഡ് ഐ ഡിഡിൻ ലൈക്ക് ഇറ്റ്. അതായത് ജീവിതത്തിലെ ദിവസം തോറുള്ള ആവശ്യങ്ങളുമായി എൻ്റെ ആ കംഫർട്ടർ ആയിട്ടുള്ള ആൽക്കഹോളിനെ, അല്ലെങ്കിൽ എനിക്കൊരു കംഫർട്ട് തരുന്ന ആൽക്കഹോളിനെ, മൈ അനസ്തെറ്റിക്, അതായത് എൻ്റെ സങ്കടങ്ങൾ മറച്ചു വെക്കാനും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടാനും സഹായിക്കുന്ന ആൽക്കഹോളിനെ, മൈ ക്രച്ച്, ഞാൻ എൻ്റെ ഊന്നുവടിയായ ആൽക്കഹോളിനെ ഞാൻ കഴിക്കാതെ ഉപേക്ഷിച്ചു. ആൻഡ് ഐ ഡിഡിൻ ലൈക്ക് ഇറ്റ്. പക്ഷെ എനിക്ക് ഇഷ്ടമായിരുന്നില്ലെങ്കിലും ഡോക്ടർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. സോ വെൻ മൈ ലിവർ ഹാഡ് റിക്കവേർഡ് ആഫ്റ്റർ 10 months, 10 മാസത്തിന് ശേഷം ലിവർ റിക്കവേർഡ് ചെയ്തപ്പോൾ ഐ റെസ്യൂംഡ് ഡ്രിങ്കിങ്. ഞാൻ വീണ്ടും കുടിക്കാൻ തുടങ്ങി. അറ്റ് ഫസ്റ്റ് ആദ്യം ജസ്റ്റ് 1 ഡ്രിങ്ക്, ഒരു കുടി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ഓൺ ഒക്കേഷൻ വല്ലപ്പോഴും ഒരു കുടി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ദെൻ ദ ഡ്രിങ്ക്സ് കെയിം മോർ ഫ്രീക്വൻ്റ്ലി. പിന്നീട് മദ്യം എന്നെ വളരെ തുടരെ വന്നു തുടങ്ങി. ബട്ട് കെയർഫുള്ളി സ്പേസ്ഡ് ഔട്ട്. പലപ്പോഴും സുരക്ഷിതമായി ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. സൂൺ മൈ ഡ്രിങ്കിങ് വാസ് ആസ് ബാഡ് ആസ് എവർ. പക്ഷേ വളരെ സാവധാനം ഈ കുടി എന്ന് പറയുന്നത് വളരെ മോശ അവസ്ഥയിലേക്ക് എത്തി. അതിന് മുമ്പത്തേക്കാളും വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തി. ഓൾ ഡേ ലോങ് എവരി ഡേ. അങ്ങനെ പല ദിവസങ്ങളും കൂടുതൽ സമയങ്ങളിൽ കുടിക്കാനായി തുടങ്ങി, ദിവസം തോറും. ബട്ട് ഐ വാസ് ട്രൈങ് ഫ്രാൻറ്റിക്കലി ടു കൺട്രോൾ ഇറ്റ്. ഞാൻ എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. ആൻഡ് ഇറ്റ് ഹാഡ് ഗോൺ അണ്ടർഗ്രൗണ്ട് നൗ. ഇപ്പോൾ അത് വളരെയധികം അണ്ടർഗ്രൗണ്ടിലേക്ക്, അല്ലെങ്കിൽ ആഴത്തിലേക്ക് പോയി. ബിക്കോസ് എവരി വൺ നോ ഐ ഷുഡൻ ബി ഡ്രിങ്കിങ്. എല്ലാവർക്കും ഇപ്പോൾ അറിയാം എനിക്ക് കുടിക്കാൻ പാടില്ലെന്ന്. ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിങ്കിങ് ഇൻ ഫാൻസി ബാർസ് ആൻഡ് ക്ലബ്സ്, അതായത് വലിയ ഫാൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മുന്തിയ ബാറുകളിലും ക്ലബുകളിലും കുടിക്കുന്നതിന് പകരമായി ഇപ്പോൾ ഐ ഹാഡ് ടു ക്യാരി എ ബോട്ടിൽ ഓഫ് വോഡ്ക ഇൻ മൈ ബ്രീഫ് കേസ്. ഇപ്പോൾ ഞാൻ എൻ്റെ ബ്രീഫ് കേസിൽ ഒരു കുപ്പി മദ്യവുമായിട്ടാണ് നടക്കുന്നത്. ഡക്ക് ഇൻ ടു പബ്ലിക് ടോയ്ലറ്റ്സ്, അതായത് പൊതുവായിട്ടുള്ള കക്കൂസുകളിലൊക്കെ കയറിയിരുന്ന് കുടിക്കാൻ തുടങ്ങി. ആൻഡ് ഗൾപ്പ് ഫ്രം ദ ബോട്ടിൽ, അതായത് ബോട്ടിൽ നിന്ന് നേരിട്ട് തന്നെ മദ്യം കുടിച്ചിറക്കാൻ തുടങ്ങി. ട്രംബ്ലിങ് ഇൻ ഓർഡർ ടു കീപ് ഫ്രം ഫോളിങ് അപ്പാർട്ട്. അങ്ങനെ തകർന്നു വീഴാത്ത രീതിയിൽ ഞാൻ മാക്സിമം കുടി തുടർന്നുകൊണ്ടേയിരുന്നു. ഓവർ ദ നെക്സ്റ്റ് 2 years, അടുത്ത 2 വർഷം, സെക്കൻഡ് റാപ്പിഡ്ലി, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അസുഖബാധിതനായി.
ദ എൻലാർജ്മെന്റ് ഓഫ് മൈ ലിവർ ഡീജനറേറ്റ് ടു സിറോസിസ്. അങ്ങനെ ഞാൻ വീണ്ടും കുടിച്ചതുകൊണ്ട് എല്ലാം ശരിയായി എന്ന് പറയുന്ന എൻ്റെ ലിവർ ഇപ്പോൾ സിറോസിസിന്റെ അവസ്ഥയിലേക്ക് ഡീജനറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ വീണ്ടും അങ്ങനെയായി സിറോസിസ് ആയി മാറി. ഐ വോമിറ്റഡ് എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി. ഐ കുഡിന്റ് ഫേസ് ഫുഡ്. എനിക്ക് ഭക്ഷണം നേരെ കാണാനേ പറ്റില്ല. ഐ സഫേർഡ് ഫ്രീക്വന്റ് ബ്ലാക്ക് ഔട്ട്സ്. അങ്ങനെ പലപ്പോഴും തുടർച്ചയായിട്ടുള്ള ബ്ലാക്ക് ഔട്ടുകളെ ബോധം പോകുന്ന അവസ്ഥ വന്നു. ഐ ഹാഡ് സിവിയർ നോസ് ബ്ലീഡ്സ്, അതായത് മൂക്കിൽ നിന്ന് ചോര വരുന്ന അവസ്ഥ വന്നു. ആംഗ്രി ബ്രൂയിസസ് അപ്പിയർഡ് മൈ മിസ്റ്റീരിയസ്ലി ഓൾ ഓവർ മൈ ബോഡി. ദേഷ്യപ്പെടുപ്പിക്കുന്ന ബ്രൂയിസുകൾ അല്ലെങ്കിൽ മുറിപ്പാടുകൾ എൻ്റെ ഊഹിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ശരീരം മുഴുവൻ, പലരും ചിലപ്പോൾ ശരീരം മുഴുവൻ ബ്രൂയിസസ് പോലെ വന്നു. ഐ ബിക്കേം സോ വീക്ക്. ഞാൻ വളരെയധികം വീക്കായി, അല്ലെങ്കിൽ ഒരു ശരീരത്തിന്റെ ശേഷി കുറഞ്ഞു. ഐ കുഡ് ബെയർലി ഡ്രാഗ് മൈസെൽഫ് അറൗണ്ട്. ഞാൻ എന്നെ തന്നെ വഹിച്ചുകൊണ്ട് ചുറ്റും നടന്നുകൊണ്ടേയിരുന്നു. മൈ എംപ്ലോയർ ഗേവ് മീ വൺ വാർണിംഗ്. എൻ്റെ തൊഴിലുടമ എനിക്ക് ഒരു മുന്നറിയിപ്പ് നൽകി. ദെൻ അനദർ. പിന്നീട് ഒരെണ്ണം കൂടി നൽകി. മൈ ചിൽഡ്രൻ അവോയ്ഡഡ് മീ. എൻ്റെ കുട്ടികൾ എന്നെ ഉപേക്ഷിച്ചു. വെൻ ഐ വോക്ക് ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ്. ചില രാത്രികളിൽ പാതിരാത്രിയിൽ ഞാൻ എണീറ്റു. വിത്ത് ഷെയ്ക്സ് ആൻഡ് സ്വെറ്റ്സ് ആൻഡ് ഹിയേഴ്സ്. പലപ്പോഴും വിറച്ചുകൊണ്ട്, വളരെയധികം വിയർത്തുകൊണ്ട്, ഭയന്നുകൊണ്ട് ഞാൻ എണീറ്റു. ഐ വുഡ് ഹിയർ മൈ വൈഫ് വീപ്പിംഗ് ക്വയറ്റ്ലി ഇൻ ബെഡ് എസ് ബിസൈഡ് മീ. പലപ്പോഴും എൻ്റെ ഭാര്യ വളരെ കരയുന്നത്, എൻ്റെ ബെഡിനടുത്തിരുന്ന് കരയുന്നത് ഞാൻ കേട്ടു. മൈ ഡോക്ടർ വാണ്ട് മീ ദാറ്റ് ഇഫ് ഐ കെപ്റ്റ് ഓൺ. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഐ മൈറ്റ് ഹാവ് ഈസോഫാഗൽ ഹെമറേജിങ് ആൻഡ് ഡൈ. അതായത് നിനക്ക് ഈസോഫാഗൽ ഹെമറേജ് ഉണ്ടാവും, അതായത് സ്ട്രോക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഹെമറേജ് ഉണ്ടാവും, അല്ലെങ്കിൽ നീ മരിക്കും എന്ന് പറഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞു. ബട്ട് നൗ ഓൾ ചോയ്സസ് വാസ് ഗോൺ. ഇപ്പോൾ എൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പുകളും അവസാനിച്ചിരിക്കുന്നു. ഐ ഹാഡ് ടു ഡ്രിങ്ക്. എനിക്ക് കുടി മാത്രമാണ് എൻ്റെ ഒരു ചോയ്സ് ഉള്ളൂ. മറ്റു ചോയ്സുകളെല്ലാം മാറിയിരിക്കുന്നു. വാട്ട് മൈ ഡോക്ടർ ഹാഡ് വാണ്ട് മീ അബൌട്ട് ഫൈനലി ഹാപ്പൻ. എന്താണ് എൻ്റെ ഡോക്ടർ അവസാനം എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞത്? ഐ വാസ് അറ്റൻഡിങ് എ കൺവെൻഷൻ ഇൻ ചിക്കാഗോ. ഞാൻ ചിക്കാഗോയിലെ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തു. ആൻഡ് കറോസിംഗ് ഡേ ആൻഡ് നൈറ്റ്. ഞാൻ അവിടെ രാത്രിയും പകലും ആയിരുന്നു. സഡൻലി, വളരെ പെട്ടെന്ന്, ഐ ബിഗാൻ വോമിറ്റിംഗ്. ഞാൻ പെട്ടെന്ന് ഛർദ്ദിച്ചു. ആൻഡ് ലൂസിങ് റെക്ടലി ഗ്രേറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ബ്ലഡ്. അങ്ങനെ എനിക്ക് ഒരുപാട്, ആ ഛർദിയോടൊപ്പം ഒരുപാട് രക്തം പോയി. ആ രക്തം എനിക്ക് നഷ്ടപ്പെട്ടു. ഹോപ്പ്ലെസ് ഓഫ് നൗ. വളരെ പ്രതീക്ഷാരഹിതമായ അവസ്ഥയാണിപ്പോൾ. ഐ ഫെൽറ്റ് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ മൈ വൈഫ് for my children and everyone in my life if I went ahead and died. അതായത് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എൻ്റെ ജീവിതത്തിന് തന്നെ ഏറ്റവും നല്ലത് ഞാൻ മരിക്കുന്നതാണ്. മുന്നോട്ട് പോയി മരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ഞാൻ വിചാരിച്ചു. ഐ ഫൗണ്ട് മൈസെൽഫ് ബീയിങ് ലിഫ്റ്റഡ് ഇൻ ടു എ സ്ട്രെച്ചർ. ഞാനൊരു സ്ട്രെച്ചറിൽ എന്നെ എടുത്തു വെച്ചു. ആൻഡ് വിസ്കഡ് അവേ ഇൻ ആൻ ആംബുലൻസ് ടു എ സ്ട്രേഞ്ച് ഹോസ്പിറ്റൽ. എനിക്ക് പരിചയമില്ലാത്ത ഒരു ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ ശബ്ദമുണ്ടാക്കി, അല്ലെങ്കിൽ ആംബുലൻസിന്റെ ശബ്ദത്തോടു കൂടി എന്നെ കൊണ്ടാക്കി. ഐ വോക്ക് നെക്സ്റ്റ്. അടുത്ത ദിവസം ഞാൻ എണീറ്റപ്പോൾ വിത്ത് ട്യൂബ്സ് ഇൻ ബോത്ത് ആംസ്. രണ്ട് കൈകളിലും ട്യൂബുകളുണ്ട്. വിത്തിൻ എ വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ, ഐ വാസ് ഫീലിംഗ് വെൽ ഇനഫ് ടു ഗോ ഹോം. എനിക്ക് വീട്ടിലേക്ക് പോകാൻ പാകത്തിന് ഞാൻ നന്നായി, എൻ്റെ ശരീരത്തിന് ഒരു ഉണർവുണ്ടായി. ദ ഡോക്ടർ ടോൾഡ് മീ. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ദാറ്റ് ഇഫ് ഐ എവർ ടുക്ക് അനദർ ഡ്രിങ്ക്, ഇനിയും നീ കുടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് ബി മൈ ലാസ്റ്റ്. ഒരു പക്ഷേ അതായിരിക്കും നിന്റെ അവസാനം. ഐ തോട്ട് ഐ ഹാഡ് ലേൺഡ് മൈ ലെസൺ. ഞാൻ വിചാരിച്ചത് ഞാൻ ഇതോടുകൂടി ഒരു പാഠം പഠിച്ചിരിക്കുന്നു. ബട്ട് മൈ തിങ്കിങ് വാസ് സ്റ്റിൽ കൺഫ്യൂസ്ഡ്. പക്ഷെ എൻ്റെ ചിന്തകൾ ഇപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാകുന്നതാണ്. ആൻഡ് ഐ വാസ് സ്റ്റിൽ അനേബിൾ ടു ഡീൽ വിത്ത് ദ ചലഞ്ചസ് ഓഫ് എവരി ഡേ ലിവിങ് വിത്തൗട്ട് ഹെൽപ്പ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും എൻ്റെ ദൈനംദിന വെല്ലുവിളികൾ, ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികൾ സഹായം കൂടാതെ ഡീൽ ചെയ്യാൻ സാധിക്കാത്ത ആളാണ്. വിത്തിൻ 2 months, 2 മാസത്തിൽ, ഐ വാസ് ഡ്രിങ്കിങ് അഗൈൻ. ഞാൻ വീണ്ടും കുടിച്ചു. ഇൻ ദ നെക്സ്റ്റ് ഹാഫ് ഇയർ, അടുത്ത പകുതി വർഷമായപ്പോൾ, ഐ എക്സ്പീരിയൻസ്ഡ് 2 more ഈസോഫാഗൽ ഹെമറേജസ്. വീണ്ടും എനിക്ക് 2 ഈസോഫാഗൽ ഹെമറേജസ് ഉണ്ടായി. മെറാക്കുലസ്ലി സർവൈവിങ് ഈച്ച് വൺ ബൈ എ ഹെയർ. വളരെ നേരിയ മുടിനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്.
ബൈ ഹെയർ എന്ന് വെച്ചാൽ മുടി നാരഴയ്ക്ക് രക്ഷപ്പെട്ടു. ഈച്ച് ടൈം, ഓരോ സമയത്തും ഐ വെന്റ് ബാക്ക് ടു ഡ്രിങ്കിങ്, ഞാൻ വീണ്ടും കുടിക്കാനായി പോയി. ഈവൻ സ്മഗ്ലിംഗ് എ ബോട്ടിൽ. ഓക്കെ, അപ്പോൾ ഇൻ ദ നെക്സ്റ്റ് ഹാഫ് ഇയർ, അടുത്ത പകുതി വർഷമായപ്പോഴേക്കും ഓക്കെ, മുടി നാരഴയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഹെമറേജ് ഉണ്ടായി, പക്ഷേ മുടി നാരഴയ്ക്ക് ഈച്ച് ടൈം, ഓരോ സമയങ്ങളും ഐ വെന്റ് ബാക്ക് ടു ഡ്രിങ്കിങ്, ഞാൻ വീണ്ടും കുടിക്കാൻ പോയി തുടങ്ങി. ഈവൻ സ്മഗ്ലിംഗ് എ ബോട്ടിൽ ഓഫ് വോഡ്ക, ഞാൻ പലപ്പോഴും ഒരു വോഡ്ക ബോട്ടിൽ കട്ടെടുക്കാൻ തുടങ്ങി. ഇൻ ടു ദ ഹോസ്പിറ്റലിലേക്ക് കട്ട് കൊണ്ടും ഹോസ്പിറ്റലിൽ പോകും. ആസ് സൂൺ ആസ് ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഹാർഡ് സീസഡ്, അതായത് ബ്ലഡിന്റെ ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോൾ, ബ്ലഡിന്റെ രക്തം മാറ്റി കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഞാൻ മദ്യം കഴിക്കും. മൈ ഡോക്ടർ ഫൈനലി ഡിക്ലെയർഡ് ഹി കുഡ് നോ ലോങ്ങർ ബി റെസ്പോൺസിബിൾ ഫോർ മീ. എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, അവൻ എനിക്ക് ഇനി ഒരിക്കലും ഒരു ഉത്തരവാദിത്തമുള്ള മനുഷ്യനല്ല. ആൻഡ് സെൻഡ് മീ ടു സൈക്കാട്രിസ്റ്റ് ഹു പ്രാക്ടീസ്ഡ് ഇൻ ദ സെയിം സ്യൂട്ട് ഓഫ് ഓഫീസസ്. അതേ സ്യൂട്ട് തന്നെ, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൽ തന്നെയുള്ള സൈക്കാട്രി അല്ലെങ്കിൽ മനഃശാസ്ത്ര ഡോക്ടറുടെ അടുത്തേക്ക് ഇവനെ പറഞ്ഞു വിടണം, അല്ലെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടു. ഹി ഹാപ്പൻ ടു ബി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അങ്ങനെ അത് സംഭവിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഡോക്ടർ ഹാരി ടൈബോട്ടിന്, ദ സൈക്കാട്രിസ്റ്റ് ഹു പ്രോബബ്ലി ന്യൂ മോർ അബൌട്ട് ആൽക്കഹോളിസം ദാൻ എനി അതർ ഇൻ ദ വേൾഡ്. ഈ ലോകത്തില് മറ്റേതൊരു മനഃശാസ്ത്രജ്ഞനേക്കാളും മദ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മദ്യാസക്തിയെക്കുറിച്ച് അറിയാവുന്ന ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം. അറ്റ് എവറി ടൈം, എല്ലാ സമയം പോലെ, ഹി വാസ് എ നോൺ ആൽക്കഹോളിക് ട്രസ്റ്റി ഓഫ് ദ ജനറൽ സർവീസ് ബോർഡ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്. ആ സമയത്ത് നോൺ ആൽക്കഹോളിക്സ്, നമ്മുടെ ആൽക്കഹോളിക് ഫൗണ്ടേഷനിലെ നോൺ ആൽക്കഹോളിക് ട്രസ്റ്റി ആയിരുന്നു. ജനറൽ സർവീസ് ബോർഡ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്, നമ്മുടെ ജനറൽ സർവീസ് ബോർഡിന്റെ ട്രസ്റ്റി ആയിരുന്നു അദ്ദേഹം. ഇറ്റ് വാസ് ദ ലേറ്റ് ഡോക്ടർ ടൈബോട്ട്. മരിച്ചു. അപ്പൊ ഇത് എഴുതുമ്പോൾ അദ്ദേഹം മരിച്ചിട്ടുണ്ട്. ദെൻ ഹു പ്രസ്യൂഡ് മീ ടു സീക്ക് ഹെൽപ്പ് ത്രൂ എ അക്കോർഡ് എ സ്പോൺസർ ആൻഡ് ബിഗാൻ അറ്റൻഡിങ് മീറ്റിംഗ്സ്. അങ്ങനെ അദ്ദേഹം എന്നെ പ്രേരിപ്പിച്ചു ആൽക്കഹോളിക്സ് അനോണിമസ് കണ്ടുപോകണം. ഞാനൊരു സ്പോൺസറെ കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ മീറ്റിംഗിൽ പങ്കെടുക്കാൻ തുടങ്ങി. ബട്ട് കണ്ടിന്യൂഡ് ടു ഡ്രിങ്ക്, ഞാൻ പക്ഷെ തുടർച്ചയായി കുടിച്ചു തുടങ്ങി. വിത്തിൻ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്ക്, ഐ ഫൗണ്ട് മൈസെൽഫ് ഡ്രൈവിംഗ് ഔട്ട് ഓൺ എ ഡ്രങ്ക് ഫാം. വിത്തിൻ എ ഫ്യൂ ഡേ ബട്ട് കണ്ടിന്യൂ ടു ഡ്രിങ്ക്, ഞാൻ കുടിച്ചു തുടങ്ങി. വിത്തിൻ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, ഐ ഫൗണ്ട് മൈസെൽഫ് ഡ്രൈവിംഗ് ഔട്ട് ഓൺ എ ഡ്രങ്ക് ഫാം, ഞാൻ ഫാമിൽ കിടക്കുന്നത് പോലെ, കുടിച്ചു കിടക്കുന്നതായി കണ്ടു. വൈൽ ദയർ, അവിടെ വെച്ചിട്ട്, ഐ റീഡ് ദ ബിഗ് ബുക്ക് ആൻഡ് ദ ഗ്രേപ്പ് വൈൻ ആൻഡ് ബിഗാൻ ടു സ്ലോ റോഡ് ബാക്ക്. ഞാൻ ബിഗ് ബുക്ക് വായിക്കാൻ തുടങ്ങി, പിന്നെ ഗ്രേപ്പ് വൈനും വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഹെൽത്ത് ആൻഡ് സാനിറ്റി ത്രൂ ദ റിക്കവറി പ്രോഗ്രാം ഓഫ് എ. അങ്ങനെ എൻ്റെ ആരോഗ്യവും എൻ്റെ സാനിറ്റിയും, അല്ലെങ്കിൽ ഭ്രാന്തിൽ നിന്ന്, സാനിറ്റി എന്ന് പറഞ്ഞാൽ ഭ്രാന്തല്ലാത്ത അല്ലെങ്കിൽ ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു വന്നു. റിക്കവറി പ്രോഗ്രാം ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പറയുന്ന വീണ്ടെടുക്കൽ പദ്ധതി വഴി, ബുക്ക് വായിച്ചതുകൊണ്ടും ഞാൻ ഗ്രേപ്പ് വൈൻ വായിച്ചുകൊണ്ടും. ആസ് എ സോബർ ഡേയ്സ്, അപ്പോൾ സുബോധാവസ്ഥയിൽ നിൽക്കുന്ന ദിവസങ്ങൾ, ഗ്രൂ ഇൻ ടു സോബർ മന്ത്സ് ആൻഡ് ദെൻ ഇൻ ടു സോബർ ഇയേഴ്സ്. അത് സോബർ ഡേ, ആദ്യമൊക്കെ സുബോധ ദിവസങ്ങളായിരുന്നു, അത് മാസങ്ങളായി വളർന്നു, പിന്നീട് അത് വർഷങ്ങളായി വളർന്നു. എ ന്യൂ ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ്, ഏറ്റവും പുതിയതും മനോഹരമായ ജീവിതം, ബിഗാൻ ടു എമർജ് ഫ്രം ദ ഷേംബിൾസ് ഓഫ് മൈ ഫോർമർ റെസിസ്റ്റൻസ്. മുൻകാലങ്ങളിൽ ഞാൻ നിലനിന്നതിനേക്കാളും നല്ല ഒരു അവസ്ഥയിലേക്ക്, ഞാൻ മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് ജീവിതം കടന്നു വന്നു. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൈ വൈഫ് ആൻഡ് മീ വാസ് restored to a love and happiness that we had not known even before my alcoholism became acute. എൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൈ വൈഫ്, എൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം, ആൻഡ് മീ വാസ് റീസ്റ്റോർഡ്, വീണ്ടും കൂട്ടിച്ചേർത്തു, ടു എ ലവ് ആൻഡ് ഹാപ്പിനെസ്, സ്നേഹം കൊണ്ടും വളരെയധികം സന്തോഷം കൊണ്ടും, ദാറ്റ് വി ഹാഡ് നോട്ട് നോൺ ഈവൻ ബിഫോർ മൈ ആൽക്കഹോളിസം ബിക്കേം അക്യൂട്ട്. അതായത് എൻ്റെ, ഒരു സെക്കൻഡ്, ഓക്കെ, ഞാൻ തുടർന്ന് വായിക്കാം. അപ്പോ
അതായത് വളരെ ശക്തമായിട്ടുള്ള അക്യൂട്ട് ആൽക്കഹോളിസത്തിന്റെ സമയത്ത് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല, സന്തോഷം ഉണ്ടായിരുന്നില്ല കുടുംബജീവിതത്തിൽ. ഷി നോ ലോങ്ങർ വീപ്സ് ഇൻ ദ നൈറ്റ്. ഇപ്പോൾ അവൾ രാത്രി കാലങ്ങളിൽ കരയുന്നില്ല. ആസ് അവർ ചിൽഡ്രൻ ഗ്രൂ അപ്പ്, ഞങ്ങളുടെ മക്കൾ വളർന്നു. ഐ വാസ് ഏബിൾ ടു ബി ഫാദർ ഓഫ് ടു ദം, ഞാൻ അവരുടെ അച്ഛനായി മാറി. വെൻ ദേ മോസ്റ്റ് നീഡഡ് വൺ, അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരാളായി മാറി. മൈ കമ്പനി അഡ്വാൻസ്ഡ് മൈ റാപ്പിഡ്ലി, എന്റെ കമ്പനി എനിക്ക് അഡ്വാൻസ് ചെയ്തു പെട്ടെന്ന് തന്നെ. വൺസ് മൈ റീ ലൈബിലിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് അഗൈൻ, അങ്ങനെ എന്റെ ഉത്തരവാദിത്തം കൂടി വന്നു. റീഗെയിനിങ് മൈ ഹെൽത്ത്, എന്റെ ആരോഗ്യം തിരിച്ചു കിട്ടി. ഐ ബിക്കേം ആൻ അവിഡ് ജോഗർ, സെയിലർ ആൻഡ് സ്കയർ. പിന്നീട് ഞാൻ വളരെയധികം സെയിലർ എന്ന് പറഞ്ഞാൽ കപ്പൽ ഓടിക്കുക, സ്കയർ എന്ന് വെച്ചാൽ മലകൾ കയറുന്ന, ജോഗർ എന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കുന്ന അല്ലെങ്കിൽ ഓടി നടക്കുന്ന ഒരാളായി മാറി. ഓൾ ദീസ് തിങ്സ് ആൻഡ് മെനി മെനി മോർ, ഇത് കൂടാതെ മറ്റു പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ. ഒരു സെക്കൻഡ്, എന്റെ കൊച്ചു വിളിക്കണ്ടേ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പം മെനി മെനി മോർ, അതായത് ഈ ഇത് കൂടാതെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു. എ ഗേവ് മീ, എനിക്ക് തിരിച്ചു നൽകി. ബട്ട് അബോൾ ഇതിനേക്കാൾ എല്ലാം ഉപരി ഇറ്റ് തോട്ട് മീ ഹൗ ടു ഹാൻഡിൽ സോബറിറ്റി, എങ്ങനെയാണ് സുബോധാവസ്ഥ നിലനിർത്തേണ്ടത് എന്നെ പഠിപ്പിച്ചു. ഐ ഹാവ് ലേൺഡ് ഹൗ ടു റിലേറ്റ് ടു പീപ്പിൾ ആൻഡ്, അതായത് ഐ ഹാവ് ലേൺഡ് ഹൗ ടു റിലേറ്റ് ടു പീപ്പിൾ, എങ്ങനെയാണ് മനുഷ്യന്മാരുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് ഞാൻ പഠിച്ചു. ബിഫോർ എക്ക് മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു. ബിഫോർ ഐ കുഡ് നെവർ ഡു ദാറ്റ് കംഫർട്ടബിളി വിത്തൗട്ട് ആൽക്കഹോൾ, അതായത് മദ്യം കുടിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ സുരക്ഷിതമായത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഐ ഹാവ് ലേൺ ടു ഡീൽ വിത്ത് ഡിസപ്പോയിന്റ്മെന്റ്സ്, എങ്ങനെയാണ് എൻ്റെ നിരാശകളെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിച്ചു. ആൻഡ് പ്രോബ്ലംസ്, എൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്നും പഠിച്ചു. ദാറ്റ് വൺ വുഡ് ഹാവ് സെൻഡ് മീ റൈറ്റ് ടു ദി ബോട്ടിൽ. പലപ്പോഴും ഈ നിരാശകളും എൻ്റെ പ്രശ്നങ്ങളും എന്നെ എപ്പോഴും മദ്യത്തിലേക്കാണ്, അല്ലെങ്കിൽ കുപ്പിയിലേക്കാണ് അടുപ്പിച്ചിരുന്നത്. ഇപ്പോൾ അതെന്നെ അങ്ങനെ അത് കൈകാര്യം ചെയ്യാനായിട്ട് ആൽക്കോളിക്സ് അനോണിമസ് എന്നെ പഠിപ്പിച്ചു. ഐ ഹാവ് കം ടു റിയലൈസ് ദാറ്റ് ദ നെയിം ഓഫ് ദ ഗെയിം ഈസ് നോട്ട് സോ മച്ച് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് ആസ് ടു സ്റ്റേ സോബർ. ഇപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ദ നെയിം ഓഫ് ദ ഗെയിം ഈസ് നോട്ട് സോ മച്ച് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് ആസ് ടു സ്റ്റേ സോബർ, അതായത് വെറുതെ കുടി നിർത്തുക എന്ന് പറയുന്നതും സുബോധാവസ്ഥയിൽ നിലനിൽക്കുക എന്ന് പറയുന്നതും ഒരു ഗെയിമാണ്. അതെനിക്ക് ആ നെയിം ഓഫ് ദ ഗെയിം, അതിന്റെ പേര് എനിക്കറിയാം. ആൽക്കഹോളിക്സ് ക്യാൻ സ്റ്റോപ്പ് ഡ്രിങ്കിങ് ഇൻ മെനി പ്ലേസസ്, അതായത് ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾക്ക് പല സമയത്തും കുടി നിർത്താൻ കഴിയും, പല അവസരങ്ങളിൽ, പല സ്ഥലങ്ങളിൽ. ആൻഡ് മെനി വേസ്, പല വഴിക്കും കുടി നിർത്താൻ കഴിയും. ബട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് ഓഫേഴ്സ് ആസ് എ വേ ടു സ്റ്റേ സോബർ, പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസ് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത് സുബോധാവസ്ഥയിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് ഓഫർ ചെയ്യുന്നത് തന്നെയാണ് സ്റ്റേ സോബർ ചെയ്യുക എന്നുള്ളതാണ്. ഗോഡ് വില്ലിംഗ്, അപ്പൊ ദൈവാനുഗ്രഹത്താൽ വി റിമെമ്പേഴ്സ്, അതായത് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങള് മേ നെവർ അഗെയിൻ ഹൗ ടു ഡീൽ വിത്ത് ഡ്രിങ്കിങ്. ഓക്കെ, അപ്പൊ ഗോഡ് വില്ലിംഗ്, ദൈവാനുഗ്രഹത്താൽ വി മെമ്പേഴ്സ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളായ നമ്മൾ മേ നെവർ അഗെയിൻ ഹൗ ടു ഡീൽ വിത്ത് ഡ്രിങ്കിങ്, നമുക്ക് ഒരിക്കലും കുടിയെ കൈകാര്യം ചെയ്യേണ്ടി വരില്ല. ബട്ട് ഹാവ് ടു ഡീൽ വിത്ത് സോബറിറ്റി എവറി ഡേ, പക്ഷെ നമ്മുടെ സുബോധത്തെ നമ്മൾ എല്ലാ ദിവസവും കൈകാര്യം ചെയ്യണം. ഹൗ ഡു വി ഡു ഇറ്റ്, എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? ബൈ ലേണിംഗ്, പഠിച്ചുകൊണ്ട്. ത്രൂ പ്രാക്ടീസ് ദ 12 സ്റ്റെപ്സ്, അതായത് 12 പടികൾ പരിശീലിച്ചുകൊണ്ട്. ആൻഡ് ത്രൂ ഷെയറിംഗ് അറ്റ് മീറ്റിംഗ്സ്, മീറ്റിംഗിൽ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട്. ഹൗ ടു കോപ്പ് വിത്ത് ദ പ്രോബ്ലംസ്, നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളുമായി സഹകരിക്കുകയാണ്. ദാറ്റ് വി ലുക്ക് ടു ബൂസ്റ്റ് ടു സോൾവ്. നേരത്തെ നമ്മൾ എങ്ങനെയായിരുന്നു? നമ്മുടെ മദ്യമായിരുന്നു അതെല്ലാം പ്രശ്നങ്ങളെ സോൾവ് ചെയ്തുകൊണ്ടിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ബാക്ക് ഇൻ അവർ ഡ്രിങ്കിങ് ഡേയ്സ്, അതായത് നമ്മുടെ കുടിക്കാലങ്ങളിൽ നമ്മൾ മദ്യത്തെയാണ് നമ്മുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന്, വി ആർ ടോൾഡ് ഇൻ നമ്മൾ എയിൽ പറയും
ദാറ്റ് വി കനോട്ട് അഫോർഡ് റിസെന്റ്മെന്റ്സ് ആൻഡ് സെൽഫ് പിറ്റി. നമുക്ക് നീരസവും സ്വയം സഹതാപവും വെച്ച് പുലർത്താൻ കഴിയില്ല. സോ വി ലേൺ ടു അവോയ്ഡ് ദിസ് ഫെസ്റ്ററിങ് മെന്റൽ ആറ്റിറ്റ്യൂഡ്സ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പഠിക്കുകയാണ് ആ തരത്തിലുള്ള ഒരു മനോഭാവത്തിലൂടെ അതിനെ ഉപേക്ഷിക്കാനായി. സിമിലർലി അതുപോലെ തന്നെ വി റൈഡ് അവർ സെൽസ് ഓഫ് ഗിൽറ്റ് ആൻഡ് റിമോഴ്സ്. അതായത് കുറ്റബോധമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്ലീൻ ഔട്ട് ദ ഗാർബേജ്. അങ്ങനെ നമ്മൾ കുറ്റബോധം, നമ്മൾ പണ്ട് ചെയ്തു പോയ കാര്യങ്ങൾക്കെല്ലാം കുറ്റബോധങ്ങളും റിമോഴ്സുകളും എല്ലാം നമ്മൾ ഈ ഗാർബേജ് എല്ലാം ക്ലീൻ ചെയ്യണം ഫ്രം അവർ മൈൻഡ്സ് ത്രൂ ദ 4th and 5th സ്റ്റെപ്സ് ഓഫ് അവർ റിക്കവറി പ്രോഗ്രാം. നമ്മുടെ വീണ്ടെടുക്കലിന്റെ ഈ പ്രോഗ്രാമായിട്ടുള്ള പ്രോഗ്രാമിലെ 4ാം പടിയും 5ാം പടിയും ഉപയോഗിച്ചുകൊണ്ട് വി ലേൺ ഹൗ ടു ലെവൽ ഔട്ട് ദ ഇമോഷണൽ സിങ്സ്. അതായത് എങ്ങനെയാണ് നമ്മുടെ വൈകാരികമായിട്ടുള്ള ഈ പറയുന്ന ഇമോഷണൽ സിങ്സുകൾ, വൈകാരികമായിട്ടുള്ള ചിറകുകൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അത് കൈകാര്യം ചെയ്യാൻ പഠിക്കുകയാണ്. ദാറ്റ് ഗോട്ട് us into trouble both when we were up and when we were down. അതായത് നമ്മൾ ഒരു ഉയർന്ന തരത്തിലുള്ള നമ്മുടെ വൈകാരിക അവസ്ഥയിലും താഴ്ന്ന അവസ്ഥയിലുള്ള വൈകാരിക അവസ്ഥയിലും ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുകയാണ്. വി ആർ തോട്ട്, നമ്മൾ പഠിക്കുകയാണ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അവർ വാൻസ്. അതായത് നമ്മളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നും വിച്ച് ആർ നെവർ സാറ്റിസ്ഫൈഡ്. നമ്മുടെ ആവശ്യങ്ങൾ ഒരിക്കലും നമുക്ക് സംതൃപ്തി തരാത്തതാണ്. അതുകൊണ്ട് ആൻഡ് അവർ നീഡ്സ്, എന്താണ് ആവശ്യവും അത്യാവശ്യവും, വിച്ച് ആർ ഓൾവേസ് പ്രൊവൈഡഡ് ഫോർ. നീഡ്സ് എപ്പോഴും നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അത്യാവശ്യങ്ങളെല്ലാം എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും സംതൃപ്തി വരാത്ത വാൻസുകളെ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരിക്കലും നമുക്ക് സംതൃപ്തി വരാത്ത കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് രണ്ടും വ്യത്യസ്തമായി രണ്ടിനെ പറ്റിയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ വ്യത്യസ്തത മനസ്സിലാക്കാനും നമ്മൾ പഠിക്കുകയാണ്. വി കാസ്റ്റ് ഓഫ് ദ ബർഡൻസ് ഓഫ് ദ പാസ്റ്റ് ആൻഡ് ദ ആൻഷൈറ്റീസ് ഓഫ് ദ ഫ്യൂച്ചർ. അപ്പോ നമ്മളുടെ കാസ്റ്റ് ഓഫ് ദ ബർഡൻസ് ഓഫ് ദ പാസ്റ്റ്, അതായത് പഴയ കാലത്തെ നമ്മുടെ ബർഡൻസ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകള്, ദ ആൻസൈറ്റി ഓഫ് ദ ഫ്യൂച്ചർ, ഭാവിയെ കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠകള്, ആസ് വി ബിഗിൻ ടു ലിവ് ഇൻ ദ പ്രസന്റ്, അതെല്ലാം മാറ്റിക്കൊണ്ട് നമ്മൾ ഇന്നിൽ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. വൺ ഡേ അറ്റ് എ ടൈം, ഒരു ദിവസം ഒരു നേരം എന്ന രീതിയിൽ. വി ആർ ഗ്രാൻഡഡ്, നമുക്കൊരു വി ആർ ഗ്രാൻഡഡ് ദ സെറനിറ്റി ടു അക്സെപ്റ്റ് ദ തിങ്സ് വി കനോട്ട് ചേഞ്ച്. അതായത് നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെ സ്വീകരിക്കാനായി നമുക്ക് ആ ശാന്തത ലഭിച്ചിട്ടുണ്ട്, സെറനിറ്റി അല്ലെങ്കിൽ ശാന്തത ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ദസ് ലോസ് അവർ ക്വിക്നെസ് ടു ആങ്കർ ആൻഡ് അവർ സെൻസിറ്റിവിറ്റി ടു ക്രിറ്റിസിസം. ഇത് നമുക്കിവിടെ ദേഷ്യത്തെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ വിമർശിക്കാനുമുള്ള സെൻസിറ്റിവിറ്റി, അങ്ങനത്തെ ഒരു സെൻസിറ്റിവിറ്റി ഉള്ള ആളുകളാണ് നമ്മൾ. അപ്പൊ വിമർശനവും ദേഷ്യവും നമ്മളിൽ നിന്ന് അകന്നു പോകും. അബവ് ഓൾ, ഇത് മുകളിൽ പറഞ്ഞ ഓരോ കാര്യങ്ങൾ കൂടാതെ വി റിജക്ട് ഫാന്റൈസിങ് ആൻഡ് അക്സെപ്റ്റ് റിയാലിറ്റി. നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ റിജക്ട് ഫാന്റൈസിങ്, അതായത് നമ്മൾ ഭാവനകളെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കാൻ തുടങ്ങും. ദ മോർ ഐ ഡ്രിങ്ക്, അതായത് കൂടുതൽ കുടിച്ചു തുടങ്ങുമ്പോൾ ദ മോർ ഐ ഫാന്റൈസ്ഡ് എവരിതിങ്. ഞാൻ കൂടുതൽ ദ മോർ ഐ ഡ്രാങ്ക്, ഞാൻ കൂടുതൽ കുടിച്ചു കഴിയുമ്പോൾ ദ മോർ ഐ ഫാന്റൈസ്ഡ് എവരിതിങ്, ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഭാവനയിൽ കാണാൻ തുടങ്ങും. ഇൻ മൈ മൈൻഡ്സ് ഐ, എൻ്റെ ഉൾക്കണ്ണിൽ ഐ പ്ലേഡ് ആൻഡ് റീപ്ലേഡ് സീൻസ്, ഞാൻ പലപ്പോഴും പല സീനുകളും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മനസ്സിന്റെ കണ്ണിൽ കാണാൻ തുടങ്ങും. ആ പ്ലേഡ് ആൻഡ് റീപ്ലേഡ്, പലപ്പോഴും ഒരു പ്രാവശ്യം കണ്ടത് വീണ്ടും വീണ്ടും കാണാൻ തുടങ്ങും. സീൻസ് ഇൻ വിച്ച് ഐ വാസ് പ്ലക്ഡ് മാജിക്കലി ഫ്രം ദ ബാർ, അത് പലപ്പോഴും അത് സംഭവിച്ചത് ഞാൻ മാന്ത്രികമായി ബാറിൽ സംഭവിക്കുന്നതാണ്. വേർ ഐ സ്റ്റുഡ് നേഴ്സിംഗ് എ ഡ്രിങ്ക്, അതായത് ഞാനൊരു കുടിയെ പ്രോത്സാഹിപ്പിച്ച് ബാറിൽ ഇരിക്കുമ്പോഴാണ് ഇത്തരം ഭാവനയോടുകൂടിയ പല കാര്യങ്ങളും റിയാലിറ്റിനെ, യാഥാർത്ഥ്യങ്ങളെക്കാൾ ഉപരിയായി ഞാൻ കണ്ടു തുടങ്ങിയത്. കൂടുതൽ കുടിച്ചു കഴിയുമ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ ഭാവനാതീതമായ കാര്യങ്ങൾ കാണാൻ തുടങ്ങി. വെൻ ഐ സ്റ്റുഡ് നേഴ്സിംഗ് എ ഡ്രിങ്ക്, അതായത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ആൻഡ് വാസ് ഇൻസ്റ്റന്റ്ലി എക്സലേറ്റഡ് ടു സം പൊസിഷൻ ഓഫ് പവർ ആൻഡ് പ്രസ്റ്റീജ്,
പലപ്പോഴും അതൊരു പവറിലേക്കും പ്രസ്റ്റീജിലേക്കും വന്നു. അല്ലെ ഇവിടെ ഡ്രീം വേൾഡ്, ഞാനൊരു സ്വപ്ന ലോകത്താണ് ജീവിച്ചിരുന്നത്. എ ഐ ലെഡ് മീ, എ ഐ എന്നെ നയിച്ചു ജനലി ഫ്രം ദിസ് ഫാന്റസിങ്, അത്തരം ഭാവനാതീതമായ ലോകത്തിൽ നിന്ന് ടു എംബ്രേസ് റിയാലിറ്റി വിത്ത് ഓപ്പൺ ആംസ്, തുറന്ന കൈകളോടെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എന്നെ നയിച്ചു. ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ് ബ്യൂട്ടിഫുൾ. അത് ഇപ്പോൾ എനിക്ക് മനോഹരമായി തോന്നുന്നു. ഫോർ അറ്റ് ലാസ്റ്റ്, അവസാനമായി ഐ വാസ് അറ്റ് പീസ് വിത്ത് മൈസെൽഫ്. ഞാൻ എന്നിലൊരു സമാധാനത്തിൽ ജീവിക്കുന്നു. ആൻഡ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോടും. ആൻഡ് വിത്ത് ഗോഡ്, ദൈവത്തോടും സമാധാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ടു ഹാൻഡിൽ സോബറേറ്റി എന്ന് പറയുന്ന എനിക്ക് എൻ്റെ മൂന്നാമത്തെ എഡിഷന്റെ അവസാനത്തെ കഥയാണത്. ഇനി നമുക്ക് പോകേണ്ടത് ഒരു ഫോർത്ത് എഡിഷനിലെ കഥയിലേക്കാണ്. ഈ കഥകൾ എഴുതിയത് ആരൊക്കെയാണെന്നൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കലും സംസാരിക്കാം. നമുക്ക് നേരെ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ആക്ഷൻ എന്ന് പറയുന്ന ഫോർത്ത് എഡിഷനിലെ കഥയിലേക്ക് പോകാം. ഈ വ്യക്തികഥയില് ദ സ്റ്റോറി ഓഫ് ഡേവ് ബി. ഡേവ് ബി എന്ന് പറഞ്ഞ ആളുടെ കഥയാണിത്. വൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് എ ഇൻ കാനഡ ഇൻ 1944. 1944 കാനഡയിൽ എ സ്ഥാപിച്ച ആളുടെ കഥയാണ്. അദ്ദേഹത്തിന്റെ പേര് ദേവ് ബി. കഥയുടെ പേര് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ആക്ഷൻ, കൃതജ്ഞത പ്രവൃത്തിയിലേക്ക്. ഐ ബിലീവ് ഇറ്റ്, ഞാൻ വിശ്വസിക്കുന്നത്, വുഡ് ബി ഗുഡ് ടു ടെൽ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ജീവിതത്തിലെ കഥ നിങ്ങളോട് പറയുന്നത് നല്ലതാണെന്ന് തന്നെയാണ്. ഡൂയിങ് സോ വിൽ ഗീവ് മീ ദ ഓപ്പർച്യൂണിറ്റി ടു റിമെമ്പർ. അതുകൊണ്ട് തന്നെ എനിക്കൊരു അവസരം കൂടി തരാണ് ഓർക്കാനായിട്ട്. ദാറ്റ് ഐ മസ്റ്റ് ബി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. ഞാൻ ദൈവത്തോട് കൃതജ്ഞതയുള്ളവരായിരിക്കണം. ആൻഡ് ടു അതേഴ്സ് മെമ്പേഴ്സ് ഓഫ് ആൽക്കോളിസ് അനോണമസ്. ആൽക്കോളിസ് അനോണമസിലെ മെമ്പേഴ്സിനോടും കൃതജ്ഞതയുള്ളവരായിരിക്കണം. പിന്നെ എ ബിഫോർ മീ, അതായത് ആർക്കാണോ എ പറ്റി അറിയാവുന്നത്, എന്നെക്കാളും മുമ്പ് എനെ പറ്റി അറിഞ്ഞ അവരോടും ഞാൻ നന്ദിയുള്ളവനായിരിക്കണം. ദൈവത്തോടും ഞാൻ നന്ദിയുള്ളവനായിരിക്കണം. ടെല്ലിങ് മൈ സ്റ്റോറി റിമൈൻസ്, അതായത് ഞാൻ എൻ്റെ കഥ പറയുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുന്നത്, റിമൈൻസ് മീ, എന്നെ ഓർമ്മിപ്പിക്കുന്നത് ദാറ്റ് ഐ കുഡ് ഗോ ബാക്ക് ടു വേർ ഐ വാസ്. അതായത് ഇഫ് ഐ ഫോർഗോട്ട്, ഞാനിത് കഥ പറയുമ്പോൾ ഞാനിത് നിങ്ങളോട് ഞാൻ ഓർക്കുകയാണ് എൻ്റെ കഥ. പക്ഷെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ കഥ ഞാൻ മറന്നുപോയാൽ ഞാൻ വീണ്ടും പോയ പഴയ സ്ഥലത്ത് തന്നെ എത്തിച്ചേരും. ദ വണ്ടർഫുൾ തിങ്സ് ദാറ്റ് ഹാവ് ബീൻ ഗിവൺ ടു മീ ഓർ ഫോർഗോട്ട് ദാറ്റ് ഗോഡ് ഈസ് ദ ഗൈഡ് ഹു കീപ്സ് മീ ഓൺ ദിസ് പാത്ത്. അതായത് യിലൂടെ എനിക്ക് കിട്ടിയ വലിയ നല്ല കാര്യങ്ങളെല്ലാം ഞാൻ മറക്കും. ദൈവമാണ് എനിക്ക് ദൈവമാണ് എന്നെ നയിക്കുന്നത്, ഈ പാതയിൽ എന്നെ നയിക്കുന്നത്. ഇൻ ജൂൺ 1924, 1924 ജൂണില് ഐ വാസ് 16 year old. എനിക്ക് 16 വയസ്സുണ്ടായിരുന്നപ്പോൾ, ആൻഡ് ഹാഡ് ജസ്റ്റ് ഗ്രാജുവേറ്റ് ഫ്രം ഹൈസ്കൂൾ ഇൻ ഷെർബ്രൂക്ക്. അതായത് ഞാൻ ഹൈസ്കൂളിൽ നിന്ന് ഗ്രാജുവേഷൻ ചെയ്തപ്പോൾ ക്യുബെക്കിലെ, കാനഡയിലെ ക്യുബെക്കിലെ ഷെർബ്രൂക്കിലാണ് ഹൈസ്കൂളിൽ നിന്ന് ഗ്രാജുവേഷൻ ചെയ്തപ്പോൾ 16 വയസ്സാണ് എനിക്ക്. സം ഓഫ് മൈ ഫ്രണ്ട്സ് സജസ്റ്റഡ്, എന്റെ കൂട്ടുകാരിൽ ചിലർ എന്നോട് നിർദ്ദേശിച്ചു, ദാറ്റ് വി ഗോ ഫോർ എ ബിയർ, നമുക്കൊരു ബിയർ കുടിക്കാൻ പോകാം. ഐ ഹാഡ് നെവർ ഹാഡ് ബിയർ ഓർ എനി അതർ ഫോം ഓഫ് ആൽക്കഹോൾ. അന്ന് വരെ ഞാൻ ബിയറോ മറ്റു ഒരു തരത്തിലുള്ള മദ്യവും ഞാൻ കഴിച്ചിട്ടില്ല. ഐ ഡോണ്ട് നോ വൈ, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സിൻസ് വി ഓൾവേസ് ഹാഡ് ആൽക്കഹോൾ അറ്റ് ഹോം, എന്റെ വീട്ടിൽ എപ്പോഴും മദ്യം ഉണ്ടാകുമായിരുന്നു. ഐ ഷുഡ് ആഡ് ദാറ്റ് നോ വൺ ഇൻ മൈ ഫാമിലി വാസ് എവർ കൺസിഡേർഡ് ആൻ ആൽക്കഹോളിക്. ഞാൻ ഇപ്പോൾ വേറൊരു കാര്യം നിങ്ങളോട് പറയേണ്ടതുണ്ട്. എൻ്റെ വീട്ടിൽ ആരും ഒരു ആൽക്കഹോളിക് ആയിട്ട് പരിഗണിക്കേണ്ടത്തക്ക കുടിയന്മാരായ ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ കുടുംബത്ത്. വെൽ, കൊള്ളാം. ഐ വാസ് അഫ്രൈഡ് മൈ ഫ്രണ്ട്സ് വുഡൻ ലൈക്ക് മീ, എൻ്റെ കൂട്ടുകാർ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഇഫ് ഐ ഡിഡിൻ ഡു ആസ് ദേ ഡിഡ്, അതായത് അവർ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ എന്നെ ഇഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഐ ന്യൂ ഫസ്റ്റ് ഹാൻഡ് that a mysterious state of people who appear to be sure of themselves but are actually eaten alive with fear inside. അതായത് എനിക്കറിയാം ചില ആളുകൾ അങ്ങനെയാണ്, ആക്ച്വലി ഈറ്റൺ അലൈവ് വിത്ത് ഫിയർ ഇൻസൈഡ്, ഉള്ളിലുള്ള ഭയം അവരെ പലതും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. ഐ ഹാഡ് എ റാദർ സ്ട്രോങ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, എനിക്കാണെങ്കിൽ അപകർഷതാബോധം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. ഐ ബിലീവ് ഐ ലാക്ക്ഡ് വാട്ട് മൈ ഫാദർ യൂസ് ടു കോൾ ക്യാരക്ടർ. എൻ്റെ ഫാദർ എപ്പോഴും എന്നോട് പറയുമായിരുന്നു സ്വഭാവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അച്ചടക്കത്തെക്കുറിച്ച്. സ്വഭാവത്തെക്കുറിച്ച്. സോ ഓൺ ദാറ്റ് നൈസ് സമ്മർ ഡേ, അന്നത്തെ ആ സമ്മർ ഡേയിൽ, അല്ലെങ്കിൽ വേനൽക്കാല ദിവസം, ഇൻ ആൻ ഓൾഡ് ഇൻ ഷെർബ്രൂക്ക്, ഒരു പഴയ കെട്ടിടത്തിൽ ഷെർബ്രൂക്കിൽ, ഐ ഡിഡിൻ ഫൈൻഡ് ദ കോറേജ് ടു സേ നോ.
ഞാൻ അവിടെ വെച്ച് ബിയർ കുടിച്ചു. എനിക്ക് ധൈര്യമുണ്ടായില്ല, നോ പറയാനുള്ള ധൈര്യമുണ്ടായില്ല. ഐ ബിക്കേം ആൻ ആക്റ്റീവ് ആൽക്കഹോളിക് ഫ്രം ദ ഫസ്റ്റ് ഡേ. ഞാൻ ആദ്യത്തെ ദിവസം മുതൽ വളരെ ശക്തമായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ആൽക്കഹോളിക് ആയിരുന്നു. വെൻ ആൽക്കഹോൾ പ്രൊഡ്യൂസർ എ വെരി സ്പെഷ്യൽ എഫക്ട് മീ. മദ്യം എന്നിൽ ഒരു പ്രത്യേക തരം ഒരു പൂസ് അല്ലെങ്കിൽ ഒരു പൂസ് ഉണ്ടാക്കി. ഐ വാസ് ട്രാൻസ്ഫോംഡ്. ഞാൻ വേറൊരാളായി മാറി. ആൽക്കഹോൾ സഡൻലി മേഡ് മീ ഇൻ ടു വാട്ട് ഐ ഹാഡ് ഓൾവേസ് വാണ്ടഡ് ടു ബി. പെട്ടെന്ന് തന്നെ മദ്യം ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ എന്നെ ആക്കി മാറ്റി. ആൽക്കഹോൾ ബിക്കേം മൈ എവരിഡേ കമ്പാനിയൻ. ദിവസം തോറുള്ള ഒരു സുഹൃത്തായി മദ്യം മാറി. അറ്റ് ഫസ്റ്റ്, ആദ്യ ദിവസം ഐ കൺസിഡേർഡ് ഇറ്റ് എ ഫ്രണ്ട്. ആദ്യ സമയങ്ങളിൽ ഞാൻ ഇതിനെ ഒരു കൂട്ടുകാരനായി കണ്ടു. ലൈറ്റർ, പിന്നീട് ഇറ്റ് ബിക്കം എ ഹെവി ലോഡ്. എനിക്ക് വലിയ ഭാരമേറിയ വസ്തുവായി മാറി. ഐ കുഡിൻ ഗെറ്റ് റൈഡ് ഓഫ്. എനിക്ക് അത് ഉപേക്ഷിക്കാനും കഴിയുന്നില്ല. ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി മച്ച് മോർ പവർഫുൾ ദാൻ ഐ വാസ്. എന്നേക്കാൾ വലിയ ഒരു ശക്തിയായിട്ട് അത് എന്നിൽ ഉച്ചാർന്നു. ഈവൻ ഇഫ് ഫോർ മെനി ഇയേഴ്സ്. അനേകം വർഷങ്ങളിൽ ഐ കുഡ് സ്റ്റേ സോബർ ഫോർ ഷോർട്ട് പീരീഡ്. അനേകം വർഷങ്ങളിൽ ഞാൻ വളരെ ചുരുങ്ങിയ കാലം മാത്രമേ സുബോധാവനായിരുന്നുള്ളൂ. ഐ കെപ് ടെല്ലിങ് മൈസെൽഫ്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ദാറ്റ് വൺ വേ ഓർ അനദർ, ഒരു വഴിക്കല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് ഐ വുഡ് ഗെറ്റ് റൈഡ് ഓഫ് ആൽക്കഹോൾ. ഞാൻ മദ്യം ഉപേക്ഷിക്കണം. ഐ വാസ് കൺവിൻസ്ഡ്. പക്ഷെ എനിക്ക് ബോധ്യപ്പെട്ടു, ഐ വുഡ് ഫൈൻഡ് എ വേ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്. ഞാനൊരു മദ്യം നിർത്താനതിന്റെ ആവശ്യകത എനിക്ക് ബോധ്യപ്പെട്ടു. ഐ ഡിഡ്ന്റ് വാണ്ട് ടു അക്നോളജ് ദ ആൽക്കഹോൾ ഹാഡ് ബിക്കം സോ ഇമ്പോർട്ടന്റ് ഇൻ മൈ ലൈഫ്. എന്നിരുന്നാൽ തന്നെയും മദ്യമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാന വസ്തു എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്നതിൽ എനിക്ക് അത്രയും എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല അങ്ങനെ പറയേണ്ടതിന്റെ. ഇൻഡീഡ് ആൽക്കഹോൾ വാസ് ഗിവിംഗ് മീ സംതിങ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ലോസ്. അപ്പൊ മദ്യം എനിക്ക് എന്തോ ഒന്ന് തന്നു. എനിക്കൊരിക്കലും അത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. ഇൻ 1934, 1934, എ സീരീസ് ഓഫ് മിസ് ഹാപ്സ് ഒക്കേർഡ് ബിക്കോസ് ഓഫ് മൈ ഡ്രിങ്കിങ്. എന്നിൽ പല കാര്യങ്ങളും സംഭവിച്ചു എൻ്റെ കുടി മൂലം. ഐ ഹാഡ് ടു കം ബാക്ക് ഫ്രം വെസ്റ്റേൺ കാനഡ. ഞാൻ വെസ്റ്റേൺ കാനഡയെ ബിക്കോസ് ദ ബാങ്ക് ഐ വർക്ക്ഡ് ഫോർ ലോസ്റ്റ് കോൺഫിഡൻസ് ഇൻ മീ. അതായത് ഞാൻ ജോലി ചെയ്തിരുന്ന ബാങ്ക് എന്നിൽ വിശ്വാസം നഷ്ടപ്പെടുത്തുകൊണ്ട് വെസ്റ്റേൺ കാനഡയിൽ നിന്ന് എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. An elevator accident cost me all of the two of one foot and a skull fracture. ഒരു എലവേറ്റർ കയറിയപ്പോൾ എനിക്കൊരു അപകടമുണ്ടായി. അതെനിക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. കാരണം എൻ്റെ കാലിലെ ടു സ്കൾ ഫ്രാക്ചർ എനിക്കുണ്ടായി, അല്ലെങ്കിൽ എല്ലൊടിഞ്ഞ ഒരു അവസ്ഥയുണ്ടായി. ഐ വാസ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ മന്ത്സ്. ഞാൻ അനേകം മാസങ്ങളിൽ ആശുപത്രി കഴിഞ്ഞു. മൈ എക്സസീവ് ഡ്രിങ്കിങ് ഓൾസോ കോസ്ഡ് എ ബ്രെയിൻ ഹെമറേജ്. അങ്ങനെ എൻ്റെ വലിയ കുടി എന്നിലെ ഒരു ബ്രെയിൻ ഹെമറേജ് ഉണ്ടാക്കി, വിച്ച് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് വൺ സൈഡ് ഓഫ് മൈ ബോഡി. ഓക്കെ, അപ്പം ഐ വാസ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ മന്ത്സ്. ആശുപത്രിയിൽ അനേകം മാസങ്ങൾ കഴിഞ്ഞ് മൈ എക്സസീവ് ഡ്രിങ്കിങ്, എൻ്റെ ഈ വലിയ കുടി ഓൾസോ കോസ്ഡ് എ ബ്രെയിൻ ഹെമറേജ്, എന്നെ ബ്രെയിൻ ഹെമറേജ് ഉണ്ടാക്കി, വിച്ച് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് വൺ സൈഡ് ഓഫ് മൈ ബോഡി. എൻ്റെ ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവൻ തളർന്ന് ഞാൻ കടന്നു. ഐ പ്രോബബ്ലി ഡിഡ് മൈ ഫസ്റ്റ് സ്റ്റെപ്പ് ദ ഡേ. അന്നാണ് ഞാൻ എൻ്റെ ആദ്യത്തെ പടിയെടുത്തത്. ഐ കെയിം ബൈ ആംബുലൻസ് ടു വെസ്റ്റേൺ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ പടിയെടുത്തു. എ നൈറ്റ് ഷിഫ്റ്റ് നേഴ്സ് ആസ്ക്ഡ് മീ. എൻ്റെ രാത്രിയിലെ ഒരു നേഴ്സ് എന്നോട് ചോദിച്ചു, മിസ്റ്റർ ബി, വൈ ഡു യു ഡ്രിങ്ക് സോ മച്ച്? നീ എന്തിനാണ് ഇങ്ങനെ അധികം കുടിക്കുന്നത്? യു ഹാവ് എ വണ്ടർഫുൾ വൈഫ്. നിനക്കൊരു അതിമനോഹരിയായ ഒരു വൈഫുണ്ട്, ഭാര്യയുണ്ട്. എ ബ്രൈറ്റ് ലിറ്റിൽ ബോയ്, ഒരു ചെറിയ ആൺകുട്ടിയുമുണ്ട്. യു ഹാവ് നോ റീസൺ ടു ഡ്രിങ്ക് ലൈക്ക് ദാറ്റ്. നീ ഇങ്ങനെ കുടിക്കേണ്ടതിന് ഒരു ആവശ്യവും കാണുന്നില്ല. വൈ ഡു യു? നീ എന്തിനാണ് ഇങ്ങനെ കുടിക്കുന്നത്? ബീയിങ് ഹോണസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അങ്ങനെ സത്യസന്ധമായി ഞാൻ അന്ന് മറുപടി പറഞ്ഞു. ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല നേഴ്സ്. ഐ ഡോണ്ട് നോ നേഴ്സ്. ഐ റിയലി ഡോണ്ട് നോ. എനിക്കറിയില്ല നേഴ്സ്, എനിക്ക് തീർച്ചയായും അറിയില്ല. ദാറ്റ് വാസ് മെനി ഇയേഴ്സ് ബിഫോർ ഐ ലേൺഡ് അബൌട്ട് ദ ഫെലോഷിപ്പ്. ഞാൻ ഈ കൂട്ടായ്മയെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. യു മൈറ്റ് തിങ്ക് ഐ ഹാഡ് ടെൽ മൈസെൽഫ്. ഞാൻ എന്നോട് തന്നെ ചിന്തിക്കാൻ ആവശ്യപ്പെട്ടു. ഇഫ് ആൽക്കഹോൾ കോസസ് സോ മച്ച് ഹാം, ഐ വിൽ സ്റ്റോപ്പ് ഡ്രിങ്കിങ്. മദ്യം എന്നിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ ഞാൻ കൂടി നിർത്തേണ്ടിയിരിക്കുന്നു. ബട്ട് ഐ ഫൗണ്ട് കൗണ്ട്ലെസ് റീസൺസ്. പക്ഷെ ഞാൻ ഒരുപാട് കൗണ്ട്ലെസ് ആയിട്ടുള്ള റീസൺസ് ഞാൻ ടു പ്രൂവ് ടു മൈസെൽഫ്, എന്നെ തന്നെ തെളിയിക്കുന്ന ദാറ്റ് ആൽക്കഹോൾ ഹാഡ് നത്തിങ് ടു ഡു വിത്ത് മൈ മിസ്ഫോർച്യൂൺസ്. ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ കൗണ്ട്ലെസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കാനായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മദ്യം എനിക്കൊരു പ്രശ്നമല്ല എന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം
നിർഭാഗ്യപരമായ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ടുണ്ടായി. ഐ ടോൾഡ് മൈസെൽഫ്, ഞാൻ എന്നോട് തുടങ്ങി, ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ഫേറ്റ്, വിധി കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ബിക്കോസ് എവരി വൺ വാസ് അഗെയിൻസ്റ്റ് മീ, എല്ലാവരും എന്നോട് എതിർത്തതുകൊണ്ടാണ് അങ്ങനെ, അല്ലെങ്കിൽ എല്ലാവർക്കും എന്നെ എതിർപ്പാണ്, അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ബിക്കോസ് തിങ്സ് വെയർന്റ് ഗോയിങ് വെൽ, കാര്യങ്ങളൊന്നും ഭംഗിയായി നടക്കുന്നില്ല, അതുകൊണ്ടാണ് അത് സംഭവിച്ചതെന്നാണ്. ഐ സം ടൈംസ് തോട്ട്, ചില സമയങ്ങളിൽ ഞാൻ ചിന്തിച്ചു, ദാറ്റ് ഗോഡ് ഡിഡ് നോട്ട് എക്സിസ്റ്റ്, ദൈവം തന്നെ നിലനിൽക്കുന്നില്ല. ഐ തോട്ട്, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇഫ് ദിസ് ലവിങ് ഗോഡ് എക്സിസ്റ്റ്, അങ്ങനെ സ്നേഹമുള്ള ഒരു ദൈവം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ആസ് ദേ സേ, ഹി വുഡ് നോട്ട് ട്രീറ്റ് മീ ദിസ് വേ, അങ്ങനെ അവര് പറയുന്ന പോലെ അങ്ങനെ ഒരു സ്നേഹമുള്ള ദൈവം ഉണ്ടെങ്കിൽ അയാൾ എന്നെ ഈ തരത്തിൽ പെരുമാറുകയില്ല. ഗോഡ് വുഡ് നോട്ട് ആക്ട് ലൈക്ക് ദിസ്, ദൈവം എന്നോട് ഇങ്ങനെ പ്രവർത്തിക്കുകയില്ല. ഐ ഫെൽറ്റ് സോറി ഫോർ മൈസെൽഫ് എ ലോട്ട് ഇൻ ദോസ് ഡേയ്സ്, അങ്ങനെ ആ ദിവസങ്ങളിൽ ഒരുപാട് കുറ്റബോധം എന്നിലുണ്ടായി. മൈ ഫാമിലി ആൻഡ് എംപ്ലോയേഴ്സ് വെയർ കൺസേൺഡ് അബൌട്ട് മൈ ഡ്രിങ്കിങ്, എൻ്റെ കുടുംബവും എൻ്റെ എംപ്ലോയർമാരും എൻ്റെ കുടിയെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. ബട്ട് ഐ ഹാഡ് ബിക്കം റാദർ അറഗൻ, പക്ഷെ അതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ ദേഷ്യമാണ് ഉണ്ടായത്. അബൌട്ട് 1931 ഫോർഡ് വിത്ത് ആൻ ഇൻഹെറിറ്റൻസ് ഫ്രം മൈ ഗ്രാൻഡ് മദർ, 1931 ഒരു ഫോർഡ് കാറ് എൻ്റെ മുത്തശ്ശിയിൽ നിന്ന് എനിക്ക് കിട്ടി. ആൻഡ് മൈ വൈഫ് ആൻഡ് ഐ മേഡ് എ ട്രിപ്പ് ടു കേപ്പ് കോഡ്, കേപ്പ് കോഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഒരു ട്രിപ്പ് പോയി. ഓൺ ദ വേ ബാക്ക്, തിരിച്ചു വരുന്ന വഴി വി സ്റ്റോപ്പ്ഡ് അറ്റ് മൈ അങ്കിൾസ് പ്ലേസ് ഇൻ ന്യൂ ഹാംഷയർ. ന്യൂ ഹാംഷയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ അങ്കിളിന്റെ വീട്ടിൽ ഞങ്ങൾ കാർ നിർത്തി. ദിസ് അങ്കിൾ ഹാഡ് ടേക്കൺ മീ അണ്ടർ ഹിസ് വിംഗേഴ്സ് അറ്റ് ദ ടൈം ഓഫ് മൈ മദർസ് ഡെത്ത്. ഈ അങ്കിളാണ് എന്നെ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം എന്നെ അവന്റെ ചിറകിൽ സംരക്ഷിച്ചിരുന്നു. ആൻഡ് ഹി വറീഡ് അബൌട്ട് മീ, അവൻ എപ്പോഴും എന്നെ കുറിച്ച് ഓർത്ത് ദുഃഖിതനായിരുന്നു. നൗ ഹി സെഡ് ടു മീ, അവൻ എന്നോട് പറഞ്ഞു, ദേവ്, ഇഫ് യു സ്റ്റോപ്പ് ഡ്രിങ്കിങ് ഫോർ എ ഫുൾ ഇയർ, നീ ഒരു വർഷക്കാലം കൂടി നിർത്തുക, ഐ വിൽ ഗീവ് യു ദ ഫോർഡ് റോഡ്സ്റ്റർ ഐ ജസ്റ്റ് ബോട്ട്, ഞാനിപ്പോൾ വാങ്ങിച്ച കാർ നിനക്ക് തരാം. ഐ ലവ്ഡ് ദാറ്റ് കാർ, ഞാൻ ആ കാർ ഇഷ്ടപ്പെട്ടു. സോ ഐ ഇമ്മീഡിയറ്റ്ലി പ്രോമിസ് ഐ വുഡൻ ഡ്രിങ്ക് ഫോർ എ ഹോൾ ഇയർ, ഞാൻ ഒരു വർഷക്കാലം കുടിക്കുകയില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു. ഒരു വർഷക്കാലത്തോളം കുടിക്കുകയല്ലെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ഐ മീൻ ഇറ്റ്, ഞാൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. യെറ്റ് ഐ വാസ് ഡ്രിങ്കിങ് അഗെയിൻ ബിഫോർ വി റീച്ച്ഡ് ദ കനേഡിയൻ ബോർഡർ, പക്ഷേ ഞാൻ വീണ്ടും കാനഡ ബോർഡർ എത്തുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും കുടിച്ചു. ഐ വാസ് പവർലെസ് ഓവർ ആൽക്കഹോൾ, ഞാൻ ആൽക്കഹോളിന് മുമ്പിൽ ശക്തിഹീനനായിരുന്നു. ഐ വാസ് ലേണിംഗ് ദാറ്റ് ഐ കുഡ് ഡു നത്തിങ് ടു ഫൈറ്റ് ഇറ്റ് ഓഫ്, ഇതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് ശക്തിയില്ലായിരുന്നു. ഈവൻ വൈൽ ഐ വാസ് ഡിനയിങ് ദ ഫാക്ട്, സത്യം അംഗീകരിക്കാൻ എനിക്ക് മടിയായിരുന്നെങ്കിലും. ഓൺ ഈസ്റ്റർ വീക്കെൻഡ് 1944, 1944 ഈസ്റ്ററിന്റെ അവസാനം, ഐ ഫൗണ്ട് മൈസെൽഫ് ഇൻ എ ജയിൽ സെൽ ഇൻ മോൺട്രിയൽ, ഞാൻ മോൺട്രിയലിലെ ജയിൽ സെല്ലിൽ പോയി കടന്നു. ബൈ നൗ, ഇപ്പോൾ ഐ വാസ് ഡ്രിങ്കിങ് ടു എസ്കേപ്പ് ദ ഹൊറിബിൾ തോട്ട്സ്, ഇങ്ങനെയുള്ള ഭയാനകമായ ചിന്തകളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഞാൻ കുടിക്കുകയാണ്. ഐ ഹാഡ് വെനെവർ ഐ വാസ് സോബർ ഇനഫ് ടു ബിക്കം അവെയർ ഓഫ് മൈ സിറ്റുവേഷൻ, ഞാൻ എപ്പോഴൊക്കെ സുബോധാവസ്ഥയിലെത്തുമ്പോൾ എൻ്റെ സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. ഐ വാസ് ഡ്രിങ്കിങ് ടു അവോയ്ഡ് സീയിങ് വാട്ട് ഐ ഹാഡ് ബിക്കം, ഞാൻ എങ്ങനെയായി തീർന്നു എന്ന് കാണാതിരിക്കാൻ ഞാൻ കുടിച്ചു തുടങ്ങി. ദ ജോബ് ഐ ഹാഡ് ഫോർ 20 years ആൻഡ് ദ ന്യൂ കാർ വെയർ ലോങ് ഗോൺ, എൻ്റെ 20 വർഷക്കാലം ഉണ്ടായിരുന്ന എൻ്റെ ജോലിയും പോയി, എൻ്റെ പുതിയ കാറും പോയി. ഐ ഹാഡ് അണ്ടർഗോൺ 3 stays ഇൻ എ സൈക്കാട്രിക് ഹോസ്പിറ്റൽ, 3 പ്രാവശ്യം ഞാനൊരു മാനസിക രോഗ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഗോഡ് നോസ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഡ്രിങ്ക്, ദൈവത്തിനറിയാം എനിക്ക് കുടിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. യെറ്റ് ടു മൈ ഗ്രേറ്റ് ഡിസ്പെയർ ഐ ഓൾവേസ് റിട്ടേൺ ടു ദ ഇൻഫേർണൽ മേരി ഗോ റൗണ്ട്. ഏതായാലും എനിക്ക് അങ്ങനെയാണെങ്കിൽ എൻ്റെ നിരാശയുടെ അവസാന ഘട്ടങ്ങളിൽ ഞാൻ ഈ മദ്യത്തിന്റെ കുടിച്ചു കൂത്താടകളിൽ ഞാൻ എത്തിച്ചേരും. ഐ വാണ്ടഡ് ഹൗ ദിസ് മിസറി വുഡ് എൻഡ്, ഇത്തരം ദുരിതം പിടിച്ച ഇതിനൊരു അവസാനം എപ്പോഴാണെന്ന് എനിക്കറിയില്ല. ഐ വാസ് ഫുൾ ഓഫ് ഫിയർ, ഞാൻ മുഴുവൻ ഭയത്തിൽപ്പെട്ടു. ഐ വാസ് അഫ്രൈഡ് ടു ടെൽ അതേഴ്സ് ദാറ്റ് വാട്ട് ഐ ഫെൽറ്റ് ലെസ്റ്റ് ദേ വുഡ് തിങ്ക് ഐ വാസ് ഇൻസൈൻ, അതായത് ഞാൻ മറ്റുള്ളവരോട് പറയാൻ ഭയപ്പെട്ടു, കാരണം അവർ വിചാരിക്കും ഞാൻ ഭ്രാന്തനാണോ എന്ന്. ഐ വാസ് ടെറിബിളി ലോൺലി, അങ്ങനെ ഞാൻ ഏകാന്തനായി. ഫുൾ ഓഫ് സെൽഫ് പിറ്റി, സ്വയസഹതാപത്തിൽ, ആൻഡ് ടെറിഫൈഡ്, സ്വയസഹതാപത്തിൽ, ഭയത്തിൽ കഴിഞ്ഞുകൂടി. മോസ്റ്റ് ഓഫ് ഓൾ, അതിലെല്ലാം ഉപരിയായി, ഐ വാസ് ഇൻ എ ഡീപ്പ് ഡിപ്രഷൻ, ഞാൻ വല്ലാത്ത നിരാശയിലായി. Then I recalled a book given to me by my sister Jean about drunks as desperate as I was, who had found a way to stop drinking. പിന്നീട് എൻ്റെ സഹോദരിയായിട്ടുള്ള ജീൻ പറഞ്ഞൊരു ബുക്കിനെ പറ്റി ഞാൻ ഓർത്തെടുത്തു. മറ്റൊരു കുടിയൻ, നിരാശവാനായ ഒരു കുടിയൻ ഈ ബുക്ക് വായിച്ചിട്ട് കുടി നിർത്തുന്നതായി അവൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ആ ബുക്ക് എനിക്ക് തന്നത്. അക്കോർഡിംഗ് ടു ദിസ് ബുക്ക്, ഈ ബുക്കിന്റെ പ്രകാരം, ദിസ് ഡ്രിങ്ക്സ് ഹാഡ് ഫൗണ്ട് എ വേ ടു ലിവ് ലൈക്ക് അതർ ഹ്യൂമൻ ബീങ്, മറ്റുള്ള മനുഷ്യരെ പോലെ ജീവിക്കാനായി ഈ ആളുകൾ ഒരു വഴി കണ്ടെത്തി. ഒരു
ഓക്കെ. അപ്പം ആ ബുക്കിനെ പറ്റി അവൻ ഓർത്തു. ദിസ് ഡ്രങ്ക്സ് ഹാർഡ് ഫൗണ്ട് ഒരു വഴി കണ്ടെത്തിയിരുന്നു ഇവര് ടു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്. ഒരു ദിവസം രാവിലെ ഞാൻ എണീറ്റപ്പോൾ ടു ഗോ വർക്ക്, ഞാൻ ഗോ ടു വർക്ക് ആൻഡ് റിട്ടേൺ ഹോം ഇൻ ദ ഈവനിങ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ദിസ് ബുക്ക് വാസ് അബൌട്ട് ആൽക്കോളിക്സ് അനോണിമസ്. ആ ബുക്ക് ആൽക്കോളിക്സ് അനോണിമസിനെ കുറിച്ചായിരുന്നു. ഐ ഡിസൈഡ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദം. ഞാൻ അവരോട് ബന്ധപ്പെടാനായി ശ്രമിച്ചു. ഐ ഹാഡ് മച്ച് ഡിഫിക്കൽറ്റി ഇൻ റീച്ചിങ് എ ഇൻ ന്യൂയോർക്ക്. എനിക്ക് ആൽക്കോളിക്സ് അനോണിമസ് ന്യൂയോർക്കിൽ ബന്ധപ്പെടാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായി. ആസ് എ വാസ് ഇൻ ആസ് വെൽ നോൺ ദെൻ. ആ സമയത്ത് എ അത്ര പ്രസിദ്ധമായിരുന്നില്ല. ഐ ഫൈനലി സ്പോക്ക് ടു എ വുമൺ. ഞാനൊരു സ്ത്രീയോട് സംസാരിച്ചു, ബോബി. അവളുടെ പേര് ബോബി എന്നാണ്. ഹു സെഡ് വേർഡ്സ് ഐ ഹോപ്പ് ഐ നെവർ ഗെറ്റ് ഫൊർഗട്ട്. അവളുടെ വാക്കുകൾ പ്രതീക്ഷകൾ നൽകുന്നതായിരുന്നു. ഞാൻ ഒരിക്കലും അത് മറക്കില്ല. ഐ ആം ആൻ ആൽക്കഹോളിക്, വി ഹാവ് റിക്കവേർഡ്. ഞാനൊരു ആൽക്കഹോളിക് ആണ്, ഞാൻ റിക്കവേർഡ് ആയി. ഇഫ് യു വാണ്ട് വി വിൽ ഹെൽപ്പ് യു. നിനക്ക് വേണമെങ്കിൽ ഞങ്ങൾ സഹായിക്കാം. ഷി ടോൾഡ് മീ അബൌട്ട് ഹെർസെൽഫ് ആൻഡ് ആഡഡ് ദാറ്റ് മെനി അതർ ഡ്രിങ്ക്സ്. അവൾ എന്നോട് അവളുടെ കഥ പറഞ്ഞു, പിന്നെ മറ്റു കുടിയന്മാരുടെ കഥ. ഹാഡ് യൂസ്ഡ് ദിസ് മെത്തേഡ് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്. അവരിങ്ങനെ ഒരു പദ്ധതി ഉപയോഗിച്ചാണ് മദ്യപാനം നിർത്തിയതെന്നും പറഞ്ഞു. വാട്ട് ഇംപ്രസ്ഡ് മീ, അതെന്നെ താല്പര്യപ്പെടുത്തി. മോസ്റ്റ് ഇൻ ദിസ് കോൺവെർസേഷൻ വാസ് ദ ഫാക്ട് ദാറ്റ് ദിസ് പീപ്പിൾ, ഇവരുടെ എന്നെ താല്പര്യപ്പെടുത്തിയ അവരുടെ സംഭാഷണത്തിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 500 മൈൽസ് അവേ, 500 മൈലുകൾക്കപ്പുറം, കെയർഡ് ഇനഫ് ടു ട്രൈ ടു ഹെൽപ്പ് മീ, അവര് എന്നെ സഹായിക്കാനായി താല്പര്യമുള്ളവരായി മാറി. ഹിയർ ഐ വാസ്, ഞാനിപ്പോൾ ഇവിടെയുണ്ട്. ഫീലിംഗ് സോ സോറി ഫോർ മൈസെൽഫ്. ഞാൻ വളരെയധികം കുറ്റബോധത്തിൽ നിൽക്കുകയാണ്. കൺവിൻസ് ദാറ്റ് നോ വൺ കെയർഡ് വിത്ത് ഐ വാസ് ഡെഡ് ഓർ ലൈവ്. ഞാൻ ജീവിച്ചാലും കൊള്ളാം മരിച്ചാലും കൊള്ളാമെന്ന് മറ്റുള്ളവർ വിചാരിച്ചിരുന്ന സ്ഥലത്ത് അവരെന്നെ സംരക്ഷിക്കാനായി, അല്ലെങ്കിൽ എന്നെ സഹായിക്കാനായി 500 മൈലുകൾക്ക് അപ്പുറത്തുള്ള അവർ തയ്യാറാകാണ്. ഐ വാസ് വെരി സർപ്രൈസ്ഡ് വെൻ ഐ ഗോട്ട് എ കോപ്പി ഓഫ് ദ ബിഗ് ബുക്ക് ഇൻ ദ മെയിൽ ദ ഫോളോയിങ് ഡേ. അടുത്ത ദിവസം തപാലിൽ എനിക്കൊരു ബിഗ് ബുക്കിന്റെ കോപ്പി കിട്ടി. ആൻഡ് ഈച്ച് ഡേ ആഫ്റ്റർ ദാറ്റ്, ഓരോ ദിവസം കഴിയുന്തോറും, ഫോർ നിയർലി എ ഇയർ, ഒരു വർഷത്തോളം, ഐ ഗോട്ട് എ ലെറ്റർ ഓർ എ നോട്ട്, എനിക്ക് ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു നോട്ടോ, സംതിങ് ഫ്രം ബോബി ഓർ ഫ്രം ബിൽ ഓർ വൺ ഓഫ് ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ സെൻട്രൽ ഓഫീസ് ഇൻ ന്യൂയോർക്ക്. എനിക്ക് ഒരു ദിവസം, ഓരോ ദിവസം തോറും ഒരു നോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്ററുകളോ ബില്ലിൽ നിന്നും ബോബിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സെൻട്രൽ ഓഫീസിലെ ന്യൂയോർക്കിലെ ആളുകളിൽ നിന്നും വന്നുകൊണ്ടിരുന്നു. ഇൻ ഒക്ടോബർ 1944 ബോബി ബ്രോട്ട്. 1944 ഒക്ടോബറിൽ ബോബി ഇങ്ങനെ എഴുതി: യു സൗണ്ട് വെരി സിൻസിയർ. ഞാൻ വിചാരിക്കുന്നത് നീ വളരെ ആത്മാർത്ഥമുള്ളവനാണ്. ആൻഡ് ഫ്രം നൗ, ഇപ്പോൾ മുതൽ, ഓൺ വി വിൽ ബി കൗണ്ടിങ് ഓൺ യു ടു പർസ്യൂട്ട് ദ ഫെലോഷിപ്പ് വേർ യു ആർ. അതായത് നീ നിൽക്കുന്നിടത്ത് എ തുടങ്ങണം. യു വിൽ ഫൈൻഡ് എൻക്ലോസ് സം ക്വയറീസ് ഫ്രം ആൽക്കോളിസ്. നിനക്ക് ഈ പറയുന്ന മദ്യാസക്തരായിട്ടുള്ളവരുടെ അന്വേഷണങ്ങൾ നിന്നിലേക്ക് വരും. വി തിങ്ക് യു ആർ നൗ റെഡി ടു ടേക്ക് ഓൺ ദിസ് റെസ്പോൺസിബിലിറ്റി. ഞങ്ങൾ വിചാരിക്കുന്നത് നീ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഷീ ഹാഡ് എൻക്ലോസ്ഡ് സം 400 ലെറ്റേഴ്സ് ദാറ്റ് ഐ ആൻസർഡ് ഇൻ ദ കോഴ്സ് ഓഫ് ദ ഫോളോയിങ് വീക്സ്. അതായത് 400 കത്തുകൾ, സെൻട്രൽ ഓഫീസിൽ എൻക്വയറി ആയിട്ട് വന്ന 400 കത്തുകളും അവൾ അതോടൊപ്പം വെച്ചിരുന്നു. സൂൺ ഐ ബിഗാൻ ടു ഗെറ്റ് ആൻസേഴ്സ് ബാക്ക്. ഞാൻ പിന്നീടുള്ള ആഴ്ചകളിൽ അവരുമായി ബന്ധപ്പെടാൻ തുടങ്ങി. എനിക്ക് അവരിൽ നിന്ന് ഉത്തരങ്ങൾ ലഭിച്ചു തുടങ്ങി. ഇൻ മൈ ന്യൂ ഇൻതൂസിയാസം, പുതിയ ആ ഒരു താല്പര്യം. ആൻഡ് ഹാവിംഗ് ഫൗണ്ട് ആൻ ആൻസർ ടു മൈ പ്രോബ്ലം, ഞാൻ എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടു. ഐ ടോൾഡ് ഡോറി മൈ വൈഫ്. ഞാൻ എന്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു: യു ക്യാൻ ക്വിറ്റ് യുവർ ജോബ് നൗ. നിനക്ക് ഇപ്പോൾ ജോലി അവസാനിപ്പിക്കാം. ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. ഞാൻ നിന്നെ ശ്രദ്ധിച്ചുകൊള്ളാം. ഫ്രം നൗ ഓൺ, ഇപ്പോൾ മുതൽ, യു വിൽ ടേക്ക് ദ പ്ലേസ് യു ഡിസർവ് ഇൻ ദിസ് ഫാമിലി. നിനക്ക് ഈ കുടുംബത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥാനമാണ് ഞാൻ നൽകുന്നത്. ഹൗ ഷീ ന്യൂ ബെറ്റർ. അവൾക്ക് എന്നെക്കാളും നന്നായി അറിയാം. ഷീ സെഡ്, നോ ദേവ്, ഐ വിൽ കീപ് മൈ ജോബ് ഫോർ എ ഇയർ വൈൽ യു ഗോ സേവ് ദ ഡ്രങ്ക്സ്. അവൾ എന്നോട് പറഞ്ഞു, നീ ഈ മദ്യാസക്തരെ സഹായിക്കാൻ പോകുന്ന ഈ ഒരു വർഷം ഞാൻ എന്റെ ജോലി കീപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ സെറ്റ് ഔട്ട് ടു ഡു. അത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. ആസ് ഐ ടുക്ക് ബാക്ക് ഇറ്റ് നൗ ഓൺ ഇറ്റ് നൗ, ഇപ്പോൾ ഞാൻ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ, ഐ ഡിഡ് എവറിഥിങ് റോങ്, ബട്ട് അറ്റ്ലീസ്റ്റ് ഐ വാസ് തിങ്കിങ് ഓഫ് സംബഡി എൽസ് ഇൻസ്റ്റെഡ് ഓഫ് മൈസെൽഫ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത്, ഐ വാസ് തിങ്കിങ് ഓഫ് സംബഡി എൽസ് ഇൻസ്റ്റെഡ് ഓഫ് മൈസെൽഫ്, എന്നെ കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളായി മാറി. ഐ ഹാഡ് ബിഗാൻ ടു ഗെറ്റ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സംതിങ് ഐ ആം വെരി ഫുൾ ഓഫ് നൗ. എനിക്ക് എന്തൊക്കെയോ കിട്ടാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ ഫുൾ ഓഫ് നൗ, ആൻഡ് ദാറ്റ് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് പൂർണ്ണമായും കിട്ടിത്തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ കൃതജ്ഞതയാണ്. ഐ വാസ് ബിക്കമിങ് ഇൻക്രീസിംഗ്ലി ഗ്രേറ്റ്ഫുൾ ടു ദ പീപ്പിൾ ഇൻ ന്യൂയോർക്ക്. ഞാൻ ന്യൂയോർക്കിലെ ആളുകളോട് നന്ദിയുള്ളവനാണ്. ആൻഡ് ടു ദ ഗോഡ്, ദൈവത്തോടും. ദേ റെഫർ ടു ബട്ട് ഹും ഐ ഫൗണ്ട് ഡിഫിക്കൽട്ട് ടു റീച്ച്. അതായത്
അവരാണ് വളരെയധികം റീച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത എനിക്ക് സഹായമായി മാറിയത്. ഐ റിയലൈസ് ഐ ഹാഡ് ടു സീക്ക് ടു ഹയർ പവർ ഐ വാസ് ടോൾഡ് അബൌട്ട്. ഞാൻ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ ഉന്നത ശക്തിയിൽ ആശ്രയിക്കണമെന്ന്. ഐ വാസ് ഓൾ അലോൺ ഇൻ ക്യൂബെക് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ക്യൂബെക്കിൽ ഞാൻ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. ദ ടൊറന്റോ ഗ്രൂപ്പ് ഹാഡ് ബീൻ ഇൻ ഓപ്പറേഷൻ സിൻസ് ദ പ്രീവിയസ് ഫോൾ. കഴിഞ്ഞ ഫോളില് ടൊറന്റോ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ദെയർ വാസ് എ മെമ്പർ ഇൻ വിൻസർ. വിൻസർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മെമ്പർ ഉണ്ട് ഹു അറ്റൻഡഡ് മീറ്റിംഗ് അക്രോസ് ദ റിവർ ഇൻ ഡെട്രോയിറ്റ്. അയാളാണെങ്കിലോ വിൻസറിലുള്ള ആള് ഡിട്രോയിറ്റ് എന്ന് പറയുന്ന ഒരു പുഴ കടന്നാൽ അപ്പുറത്ത് കടന്നാൽ അവിടെയുള്ള മീറ്റിംഗിലാണ് പോയി പങ്കെടുക്കുന്നത്. ദാറ്റ് വാസ് ഇൻസെന്റിയർലി ഇൻ ദിസ് കൺട്രി. ഇത്രയും മാത്രമേ ഉള്ളൂ കാനഡ എന്ന് പറയുന്ന രാജ്യത്ത് മീറ്റിങ്ങുകൾ ആ സമയത്ത്. വൺ ഡേ ഐ ഗോട്ട് എ ലെറ്റർ ഫ്രം എ മാൻ ഇൻ ഹാലിഫാക്സ് ഹു റോട്ട്. ഒരു ദിവസം എനിക്ക് ഹാലിഫാക്സിൽ നിന്ന് ഒരാൾ കത്തെഴുതി. വൺ ഓഫ് മൈ ഫ്രണ്ട് എ ഡ്രഗ്, അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഒരു കുടിയൻ, വർക്ക്സ് ഇൻ മോൺട്രിയൽ. മോൺട്രിയൽ ജോലി ചെയ്യുന്നത്, ബട്ട് ഹീസ് കറന്റ് ഇൻ ചിക്കാഗോ. അയാളിപ്പോൾ ചിക്കാഗോയിൽ വേർ ഹി വെന്റ് ഓൺ എ മേജർ ബിഞ്ച്. അവിടെ ഒരു കുടിയിലേക്ക് അയാൾ വീണുപോയി. വെൻ ഹി റിട്ടേൺസ് ടു മോൺട്രിയൽ ഐ ഹാഡ് ലൈക്ക് യു ടോക്ക് ടു ഹിം. അതായത് അവൻ മോൺട്രിയലിലേക്ക് തിരിച്ചു വരുമ്പോൾ അവനോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാലിഫാക്സിലെ ആ മനുഷ്യൻ എനിക്ക് കത്തെഴുതിയത്. ഐ മെറ്റ് ദിസ് മാൻ അറ്റ് ഹിസ് ഹോം. ഞാൻ ആ മനുഷ്യനെ കാണാനായി വീട്ടിലേക്ക് പോയി. ഹിസ് വൈഫ് വാസ് കുക്കിംഗ് ഡിന്നർ. അവൾ ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദർ യങ് ഡോട്ടർ അറ്റ് ഹെർ സൈഡ്. അവരുടെ ഒരു മകൾ, ഇളയ മകൾ അവളോടൊപ്പമുണ്ട്. ദ മെൻ വാസ് വെയറിംഗ് എ വെൽവെറ്റ് ജാക്കറ്റ് ആൻഡ് സിറ്റിംഗ് കംഫർട്ടബിളി ഇൻ ഹിസ് പാർലർ. ഒരു വെൽവെറ്റ് ജാക്കറ്റ് പണിഞ്ഞ് അയാള് പാർലറിൽ ഇരിക്കുകയാണ്. ഐ ഹാഡ് മെറ്റ് മെനി പീപ്പിൾ ഫ്രം ഹൈ സൊസൈറ്റി. ഞാനാകട്ടെ ഇത്രയുള്ള ഉന്നത സൊസൈറ്റിപ്പെട്ട ആളുകളെ അധികം മെറ്റിയതില്ല. ഐ ഇമ്മീഡിയറ്റ്ലി തോട്ട് വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ദിസ് മാൻ ഇസ് ഇൻ ആൻ ആൽക്കഹോളിക്. ഈ മനുഷ്യൻ ഒരു ആൽക്കഹോളിക് ആണ്. ജാക്ക് വാസ് എ ഡൗൺ ടു എർത്ത് പേഴ്സൺ. ജാക്കാണ്, ആ മനുഷ്യനാണെങ്കിൽ വളരെ എളിമയുള്ള ആളാണ്, ഭൂമിയോളം താഴ്ന്ന ഒരാളാണ്. ഹി വാസ് യൂസ്ഡ് ടു ഡിസ്കഷൻസ് അബൌട്ട് സൈക്കാട്രി. അദ്ദേഹം മനഃശാസ്ത്രത്തെ കുറിച്ച് സംസാരിച്ചു. ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ഹയർ പവർ ഡിഡിൻറ്റ് അപ്പീൽ ഹിം. അതായത് ഉന്നത ശക്തി എന്ന് പറയുന്ന ഒരു കാര്യം അവനിൽ വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പീൽ ഹിം വെരി മച്ച്. ബട്ട് ഫ്രം അവർ മീറ്റിംഗ്, ഞങ്ങളുടെ മീറ്റിംഗ്, എ വാസ് ബോൺ ഹിയർ ഇൻ ക്യൂബെക്. അങ്ങനെയാണ് ക്യൂബെക്കില് എ മീറ്റിംഗ് ജനിച്ചത്. ദ ഫെലോഷിപ്പ് സ്റ്റാർട്ടഡ് ടു ഗ്രോ. പിന്നീട് പതുക്കെ പതുക്കെ ഈ കൂട്ടായ്മ വളരാൻ തുടങ്ങി. മോസ്റ്റ് പർട്ടിക്കുലർലി ഫോളോയിങ് ദ പബ്ലിസിറ്റി വി ഗോട്ട് ഇൻ ദ ഗസറ്റ് ഇൻ ദ സ്പ്രിംഗ് ഓഫ് 1945. 1945 ഞങ്ങൾ ഗസറ്റിൽ ഒരു പരസ്യം കൊടുത്തു. ഐ വിൽ നെവർ ഫോർഗോട്ട്. ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ദ ഡേ ദാറ്റ് മേരി കെയിം ടു സീ മീ. ആ ഡേയിലാണ് മേരി എന്ന് പറയുന്ന ആള് എന്നെ കാണാൻ വന്നത്. ഷീ വാസ് ദ ഫസ്റ്റ് വുമൺ ടു ജോയിൻ അവർ ഫെലോഷിപ്പ് ഹിയർ. മേരിയാണ് ആദ്യത്തെ സ്ത്രീ, ഇവിടുത്തെ കൂട്ടായ്മയിൽ ചേർന്ന ആദ്യത്തെ സ്ത്രീ. ഷീ വാസ് വെരി ഷൈ. അവൾ വളരെ നാണം കുടുങ്ങിയ ആൻഡ് റിസർവ്ഡ്, ഒതുങ്ങി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. വെരി ലോ കീ, വളരെ താഴ്ന്ന ജീവിത സാഹചര്യത്തിലുള്ള സ്ത്രീ. ഷീ ഹാഡ് ഹിയർഡ് ഓഫ് ദ ഫെലോഷിപ്പ് ത്രൂ ദ ഗസറ്റ്. അവളാണെങ്കിൽ ഈ ഗസറ്റ് വഴിയാണ് നമ്മുടെ ഈ ഫെലോഷിപ്പിനെ പറ്റി അറിഞ്ഞു. ഫോർ ദ ഫസ്റ്റ് ഇയർ, ആദ്യത്തെ ഒരു വർഷം, ഓൾ ദ മീറ്റിംഗ്സ് വെയർ ഹെൽഡ് ഇൻ മൈ ഹോം. ആദ്യത്തെ ഒരു വർഷം എന്റെ വീട്ടിലാണ് മീറ്റിംഗുകൾ നടന്നത്. ദെയർ വെർ പീപ്പിൾ ഓൾ ഓവർ ദ ഹൗസ്. എന്റെ വീട്ടിനുള്ളിൽ ഓൾ ഓവർ ദ ഹൗസ്, എല്ലാ വീടിന്റെ ഉള്ളിൽ മുഴുവനും ആളുകളുണ്ട്. ദ വൈഫ്സ് ഓഫ് മെമ്പേഴ്സ് യൂസ് ടു കം വിത്ത് ദെയർ ഹസ്ബൻഡ്സ്. ഭാര്യമാർ മിക്കവാറും ഭർത്താക്കന്മാരെ കൊണ്ടാണ് അവിടെ വന്നിരുന്നത്. ദോ വി ഡിഡിന്റ് അലോ ദം ഇൻ അവർ ക്ലോസ്ഡ് മീറ്റിംഗ്. ഭാര്യമാരെ ക്ലോസ്ഡ് മീറ്റിംഗിൽ അനുവദിച്ചിരുന്നില്ല എങ്കിലും അവർ വീട്ടിൽ വരുമായിരുന്നു. ദേ യൂസ്ഡ് ടു സിറ്റ് ഓൺ ദ ബെഡ് ഓർ ഇൻ ദ കിച്ചൺ. അവർ പലപ്പോഴും എന്റെ കിടക്കയിലും അടുക്കളയിലും പോയിരിക്കും. വേർ ദേ വുഡ് മേക്ക് കോഫി ആൻഡ് സ്നാക്സ്. അവർ കാപ്പിയും സ്നാക്സും എല്ലാം ഉണ്ടാക്കും. ഐ ബിലീവ് ദേ വേർ വണ്ടറിങ് വാട്ട് വുഡ് ഹാപ്പൻ ടു അസ്. അവർ പലപ്പോഴും അത്ഭുതത്തോടെ നോക്കി എന്താണ് ഇവർക്കെല്ലാം സംഭവിക്കുന്നത്. യറ്റ് ദേ വേർ ആസ് ഹാപ്പി ആസ് വി വേർ. എന്നിരുന്നാൽ തന്നെയും ഞങ്ങൾ സന്തോഷിച്ചതുപോലെ തന്നെ സന്തോഷവാദന്മാരായിരുന്നു അവര്. ദ ഫസ്റ്റ് ടു ഫ്രഞ്ച് കനേഡിയൻസ് ലേൺ അബൌട്ട് എ ഡിഡ് സോ ഇൻ ദ ബേസ്മെന്റ് ഓഫ് മൈ ഹോം. അങ്ങനെ ആദ്യത്തെ 2 ഫ്രഞ്ച് കനേഡിയൻസ് ആൽക്കഹോളിക്സ് അനോണിമസിനെ പറ്റി എൻ്റെ വീടിന്റെ ബേസ്മെന്റിൽ വെച്ച് പഠിച്ചു. ഓൾ ഫ്രഞ്ച് സ്പീക്കിംഗ് മീറ്റിംഗ്സ് ഇൻ അസിസ്റ്റൻസ് ടുഡേ വെയർ ബോൺ ഔട്ട് ഓഫ് ദോസ് എയർലി മീറ്റിംഗ്സ്. ഇപ്പോഴുള്ള ഫ്രഞ്ച് സംസാരിക്കുന്ന മീറ്റിങ്ങുകൾ തുടങ്ങിയത് എൻ്റെ ആ ബേസ്മെന്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ആ മീറ്റിംഗിൽ നിന്നാണ്. അറ്റ് ദ എൻഡ് ഓഫ് മൈ ഫസ്റ്റ് ഇയർ ഓഫ് സോബറിറ്റി. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഒരു വർഷക്കാലത്തെ സ്വബോധാവസ്ഥയ്ക്ക് ശേഷം മൈ വൈഫ് എഗ്രീഡ് ടു ലീവ് ഹെർ ജോബ്. അവള് എന്നോട് പറഞ്ഞു അവള് ജോലി ഉപേക്ഷിക്കണം. ആഫ്റ്റർ ഐ ഫൗണ്ട് സം വർക്ക്. ഞാനും കുറച്ച് വർക്ക്
കണ്ടുപിടിച്ചു. ഐ തോട്ട് ദാറ്റ് വുഡ് ബി ഈസി. അതായിരിക്കും എളുപ്പമെന്ന് ഞാനും കരുതി. ഓൾ ഐ ഹാഡ് ടു ഡു വാസ് ഗോ സീ ആൻ എംപ്ലോയർ ആൻഡ് ഐ ഹാഡ് ബി ഏബിൾ ടു സപ്പോർട്ട് മൈ ഫാമിലി ഇൻ എ നോർമൽ ഫാഷൻ. ഞാൻ ആകെ ചെയ്തത് ഞാനൊരു തൊഴിലുടമയെ പോയി കണ്ടു. എൻ്റെ ഫാമിലിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അത് തന്നെയാണ് സാധാരണ ലോകത്ത് നടക്കുന്നത്. ഹവർ ഐ ലുക്ക്ഡ് ഫോർ വർക്ക് ഫോർ മെനി മന്ത്സ്. വളരെയധികം കാലം ഞാൻ ജോലി നോക്കിയിരുന്നെങ്കിലും വി ഡിഡിൻ ഹാവ് മച്ച് മണി. ഞങ്ങൾക്കും അധികം പണം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഐ വാസ് സ്പെൻഡിങ് ലിറ്റിൽ വി ഹാർഡ് ഗോയിങ് ഫ്രം വൺ പ്ലേസ് ടു ദി അതർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് പണമേ ചെലവഴിച്ചിരുന്നുള്ളൂ. ആൻസറിങ് ആർട്സ് ആൻഡ് മീറ്റിംഗ്സ് പീപ്പിൾ. ഞങ്ങൾ പലപ്പോഴും ഈ പറയുന്ന പരസ്യം കൊടുക്കുമ്പോൾ പലരും എൻക്വയറി ചെയ്യുമായിരുന്നു. പിന്നെ ആളുകളെ കാണാൻ പോകുമ്പോഴും വളരെ കുറഞ്ഞ പണം ചെലവഴിച്ചു. ഐ വാസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഡിസ്കറേജ്ഡ്. പലപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നിരുന്നത്. വൺ ഡേ എ മെമ്പർ സെഡ്. ഒരിക്കലും ഒരു അംഗം എന്നോട് പറഞ്ഞു, ദേവ്, വൈ ഡോണ്ട് യു അപ്ലൈ അറ്റ് ദ എയർക്രാഫ്റ്റ് ഫാക്ടറി? നീ എന്തുകൊണ്ടാണ് എയർക്രാഫ്റ്റ് ഫാക്ടറിയിൽ അപ്ലൈ ചെയ്യാത്തത്? ഐ നോ എ ഫെലോ ദെയർ ഹു കുഡ് ഹെൽപ്പ് യു. എനിക്കറിയാം ഒരാള് നിന്നെ അവിടെ ജോലിയുള്ള ഒരാളെ എനിക്കറിയാം, അവൻ നിന്നെ സഹായിക്കും. സോ ദാറ്റ് വാസ് വേർ ഐ ഗോട്ട് മൈ ഫസ്റ്റ് ജോബ്. അവിടെ വെച്ചിട്ടാണ് എനിക്ക് ആദ്യത്തെ ജോലി കിട്ടിയത്. ദർ റിയലി ഈസ് എ ഹയർ പവർ ലുക്കിംഗ് ഫോർ us. അങ്ങനെ ഞങ്ങളെ ഉന്നത ശക്തി തിരിഞ്ഞു നോക്കി. വൺ ഓഫ് ദ മോസ്റ്റ് ഫണ്ടമെന്റൽ തിങ്സ്, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് ഐ ഹാവ് ലേൺഡ് ഇസ് ടു പാസ് ഓൺ അവർ മെസ്സേജ് ടു അതർ ആൽക്കഹോളിക്സ്. അതായത് നമ്മുടെ ഈ സന്ദേശം മറ്റ് മധ്യസ്ഥർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ദാറ്റ് മീൻസ്, അതിനർത്ഥം ഐ മസ്റ്റ് തിങ്ക് മോർ അബൌട്ട് അതേഴ്സ് ദാൻ അബൌട്ട് മൈസെൽഫ്. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ ചിന്തിക്കണം, എന്നേക്കാൾ ഉപരിയായി. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഈസ് ടു പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾ ഇൻ ഓൾ അവർ മൈ അഫയേഴ്സ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ തത്വങ്ങളെല്ലാം എൻ്റെ എല്ലാ വ്യവഹാരങ്ങളും പാലിക്കണം. ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ, ദാറ്റ് ഈസ് വാട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് ഇസ് ഓൾ അബൌട്ട്. ഇതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത്. ഐ നെവർ ഫോർഗോട്ട് എ പാസേജ് ഐ ഫസ്റ്റ് റീഡ് ഇൻ ദ കോപ്പി ഓഫ് ബിഗ് ബുക്ക് ദ ബോബി സെൻഡ് ടു മീ. ആ ബിഗ് ബുക്കിലെ ബോബി എന്ന് അയച്ചെന്ന ബുക്കിലെ ഒരു പാസേജ് ഞാൻ വായിച്ചത് ഞാൻ ഒരിക്കലും മറക്കില്ല. അബൻഡൺ യുവർ സെൽഫ് ടു ഗോഡ് ആസ് യു അണ്ടർസ്റ്റാൻഡ് ഗോഡ്. അതായത് നീ മനസ്സിലാക്കുന്നതല്ല, ഗോഡ് ആസ് യു അണ്ടർസ്റ്റാൻഡ് ഗോഡ്. നീ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവത്തിലേക്ക് നീ പൂർണ്ണമായും വിട്ടുകൊടുക്കുക. അഡ്മിറ്റ് യുവർ ഫോൾസ് ടു ഹിം ആൻഡ് ടു യുവർ ഫെലോസ്. അവന്റെ മുമ്പിൽ നിന്റെ തെറ്റുകൾ സമ്മതിക്കുക, മറ്റൊരാൾക്ക് മുമ്പിൽ. ക്ലിയർ ദ റിക്കേജ് ഓഫ് യുവർ പാസ്റ്റ്. നിന്റെ മുൻകാലങ്ങളിലെ റിക്കേജുകൾ തുടച്ചു നീക്കുക. ഗീവ് ഫ്രീലി ഓഫ് വാട്ട് യു ഫൈൻഡ് ആൻഡ് ജോയിൻ us. നിനക്ക് കിട്ടിയത് മറ്റുള്ളവർക്ക് ആൻഡ് ജോയിൻ us. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഗിവ് ഫ്രീലി ഓഫ് വാട്ട് യു ഫൈൻഡ് ആൻഡ് ജോയിൻ us. അതായത് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ, അല്ലെങ്കിൽ എയുടെ പ്രോഗ്രാമിൽ നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുക്കും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇത് വളരെ ലളിതമാണ്, ദോ നോട്ട് ഓൾവേസ് ഈസി. പക്ഷെ ഒരിക്കലും എളുപ്പമല്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി ഡൺ. അങ്ങനെ ഞാൻ അതങ്ങനെ ചെയ്തു. ഐ നോ ദ ഫെലോഷിപ്പ് ഓഫ് എ ഡസന്റ് ഓഫർ എനി ഗ്യാരണ്ടീസ്. നമ്മൾക്ക് ഒരു വാഗ്ദാനവും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ബട്ട് ഐ ഓൾസോ നോ ദാറ്റ് ഇൻ ദ ഫ്യൂച്ചർ ഐ ഡു നോട്ട് ഹാവ് ടു ഡ്രിങ്ക്. എ ഡസന്റ് ഓഫർ എനി ഗ്യാരണ്ടി. നമ്മൾക്ക് ഒരു ഗ്യാരണ്ടിയും തരുന്നില്ല എ. പക്ഷെ എനിക്കറിയാം ഭാവിയിൽ എനിക്ക് കുടിക്കേണ്ടി വരില്ല. ഐ വാണ്ട് ടു കീപ് ദിസ് ലൈഫ് ഓഫ് പീസ്. എൻ്റെ ജീവിതം അങ്ങനെ സമാധാനത്തിൽ തുടരണം. സെറനിറ്റി, ശാന്തതയിൽ തുടരണം. ആൻഡ് ട്രാൻക്വാളിറ്റി ദാറ്റ് ഐ ഹാവ് ഫൗണ്ട്. അങ്ങനെ നല്ലൊരു ഗുണമേന്മയുള്ള ജീവിതം ഞാൻ കണ്ടുപിടിച്ചത് തുടരണം. ടുഡേ, ഇന്ന്, ഐ ഹാവ് ഫൗണ്ട് അഗെയിൻ ദ ഹോം ഐ ലെഫ്റ്റ് ആൻഡ് ദ വുമൺ ഐ മാരീഡ്. ഇന്ന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ കല്യാണം കഴിച്ച സ്ത്രീയെ എനിക്ക് തിരിച്ചിരിക്കും. വെൻ ഷി വാസ് സ്റ്റിൽ സോ യങ്. ഇപ്പോഴും അവൾ യുവതിയാണ്. വി ഹാവ് 2 more children. ഞങ്ങൾക്ക് 2 കുട്ടികൾ കൂടിയുണ്ട്. ആൻഡ് ദേ തിങ്ക് their dad is an important man. അവർ വിചാരിക്കുന്നത് അവരുടെ ഡാഡി ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനാണ്. ഐ ഹാവ് ഓൾ ദീസ് വണ്ടർഫുൾ തിങ്സ്. ഇങ്ങനെ മനോഹരമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. പീപ്പിൾ ഹൂ മീൻ മോർ ടു മീ ദാൻ എനിത്തിങ് ഇൻ ദ വേൾഡ്. ആളുകൾക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്, ലോകത്തിലെ എന്തിനേക്കാളും. ഐ ഷാൽ കീപ് ഓൾ ദാറ്റ്. ഞാൻ അതെല്ലാം സൂക്ഷിക്കണം. ആൻഡ് ഐ വോണ്ട് ഹാവ് ടു ഡ്രിങ്ക്. എനിക്ക് കുടിക്കേണ്ടി വരില്ല. ഇഫ് ഐ റിമെമ്പർ വൺ സിമ്പിൾ തിങ്. ഒരു കാര്യം ലളിതമായി ഓർത്താൽ, ടു കീപ് മൈ ഹാൻഡ് ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ്. എൻ്റെ കൈ ദൈവത്തിന്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുടിക്കേണ്ടി വരില്ല എന്നതാണ് ബോബി ബിയുടെ കഥ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നമുക്ക് വലിയ ഗ്യാരണ്ടികളൊന്നും തരുന്നില്ല. പക്ഷെ ഭാവിയിൽ കുടിക്കേണ്ടി വരില്ല. ജീവിതത്തിലെ സമാധാനവും ശാന്തിയും ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേബിയുടെ ആ കഥ. കാനഡയിലുള്ള ആദ്യകാലങ്ങളിലെ മീറ്റിംഗ് എല്ലാം തുടങ്ങിയ ആളുടെ കഥ അവസാനിക്കുന്നത്. ഇത് 4th എഡിഷനിലെ കഥയാണ്. ഇനി നമുക്ക് പിന്നീടുള്ള കഥകൾ പിന്നീട് വായിക്കാം. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാം.
നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരുപാട് സഹായമാണ്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വ്യക്തിഗതകളൊക്കെ വായിക്കുമ്പോൾ. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം, 1944 കാനഡയിലെ എ വരുന്നത്. 1935 സ്ഥാപിക്കപ്പെട്ടെങ്കിലും ഏകദേശം 10 വർഷത്തോളം അല്ലെങ്കിൽ 9 വർഷത്തോളം എടുത്തതിന് ശേഷമാണ് 1945 കാലഘട്ടങ്ങളിലാണ് കാനഡയിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ കാനഡയിലെ എല്ലാ സിറ്റികളിലും ഗ്രാമങ്ങളിലും ഒക്കെ മീറ്റിംഗ് ഉണ്ട്. എൻ്റെ ഈ സിറ്റിയിൽ തന്നെ, എഡ്മണ്ടൺ എന്ന് പറയുന്ന സിറ്റിയിൽ ഒരാഴ്ച 350 ഫിസിക്കൽ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. അത്രമാത്രം ഇത്രയും നമുക്കറിയാം. ആൽക്കോളിക്സ് അനോണിമസിന്റെ 75% മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ 75% അംഗങ്ങളുള്ള പ്രദേശമാണ് US കാനഡയും. നമ്മുടെ ആൽക്കോളിക്സ് അനോണിമസിന്റെ ഒരു ചിത്രത്തില് ആൽക്കോളിക്സ് അനോണിമസ് കണക്കാക്കുന്നത് അമേരിക്കയും കാനഡയിലും ഒരു രാജ്യമായിട്ടാണ്. അതായത് US കാനഡയ്ക്ക് ഒരു കോമൺ ജനറൽ സർവീസ് ഓഫീസാണുള്ളത്. അവർ രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഏരിയ കമ്മിറ്റി, അങ്ങനെയുള്ള ഏരിയകളെയൊക്കെ തിരിച്ചിരിക്കുന്നത് ഒറ്റ രാജ്യമായിട്ടാണ്. അതുകൊണ്ടാണ് എപ്പോഴും US കാനഡ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ട് രാജ്യത്തെയും ഒരു എയുടെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ സർവീസ് സ്ട്രക്ചറിൽ അവരൊരു രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ആൽക്കോളിക്സ് അനോണിമസിന്റെ ജനറൽ സർവീസ് ഓഫീസും അമേരിക്കയിലെ ന്യൂയോർക്കിൽ തന്നെയാണ്. കാനഡയുടെ ജനറൽ സർവീസ് ഓഫീസ് എന്ന് പറയുന്നത് അവിടെയാണ്. പക്ഷേ നമ്മൾക്ക് ഇവിടെ ഇന്റർ ഗ്രൂപ്പ് ഓഫീസുകളുണ്ട്. ഓരോ പ്രദേശത്ത് എഡ്മണ്ടണിലുണ്ട്, ടൊറന്റോയിലുണ്ട്, ഓരോ സ്ഥലങ്ങളിലും ഇന്റർ ഗ്രൂപ്പ് ഓഫീസുകളുണ്ട്. പക്ഷെ എപ്പോഴും ന്യൂയോർക്കാണ് കാനഡയുടെയും അമേരിക്കയുടെയും ലോകം മുഴുവനുള്ള കാനഡയും അമേരിക്കയുടെയും GSO ഓഫീസ് എന്ന് പറയുന്നത് ന്യൂയോർക്കിലാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ GSO ജനറൽ സർവീസ് ഓഫീസ് എന്ന് പറയുന്നത് മുംബൈയിലാണെന്ന് പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു വന്ന ചില സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ US കാനഡ എന്നാണ് അവര് പൊതുവെ ഉപയോഗിക്കുക. ഇവിടെ ഷെയറിംഗ് ഒക്കെ ചെയ്യുമ്പോഴും സർവീസ് മീറ്റിങ്ങിനും എല്ലാം, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും പ്രിന്റ് ഔട്ട് ചെയ്യുമ്പോഴെല്ലാം US കാനഡ എന്ന് പറയുന്ന ഒറ്റ രാജ്യമായിട്ടാണ് കണക്കാക്കുക. ഇതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ ഷെയറിംഗ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.